Good to be in the house of the Lord again. വീണ്ടും കർത്താവിൻ്റെ ആലയത്തിൽ ആയിരിക്കുവാൻ കർത്താവ് തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. The ministry that I would like to do today, ഇന്ന് രാവിലെ ഞാനൊരു മിനിസ്റ്റർ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് പ്രസംഗം കഴിഞ്ഞാൽ എത്രയും സാധിക്കുമെന്ന് അറിയത്തില്ല. So I'll start off with James, the epistle according to James, chapter number 2 and verse number 26. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാം വാക്യം മുതൽ ഞാൻ വായിച്ച ഒരു ചെറിയ മിനിസ്റ്റർ ചെയ്തതിന് ശേഷം an alignment with the message. ഇന്നത്തെ മെസ്സേജിനോട് ചേർന്ന് തന്നെയായിരിക്കും ഈ മിനിസ്ട്രിയും പോകുന്നത്. ജെയിംസ് ചാപ്റ്റർ നമ്പർ 2 and verse number 26. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. താങ്ക് യു. ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാ രാവിലെയും നടക്കുന്ന പ്രയർ മൗണ്ടനിൽ ഞാൻ ശുശ്രൂഷിക്കുമ്പോഴും ഈ ആഴ്ചയിൽ നടക്കുന്ന ബിസിനസ് പേഴ്സൺസ് ആൻഡ് പ്രൊഫഷണൽസ് മീറ്റിങ്ങിലെല്ലാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടു ബി എ ബിറ്റ് മോർ ഫോക്കസ്ഡ്. ഈ വാക്യത്തിൽ വായിച്ചതുപോലെ ഫോർ ആസ് ദി ഹ്യൂമൻ ബോഡി apart from the spirit is lifeless. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ആത്മാവുള്ളതും കൊണ്ടാണ് ശരീരത്തിന് ജീവൻ. The moment the spirit leaves the body, ആത്മാവ് ശരീരത്തെ വിട്ടുകഴിഞ്ഞാൽ the body is dead. ശരീരം നിർജീവമാകും. ആക്ച്വലി ഡെഡ് ബോഡി എന്ന് പറയും. ശരീരമില്ല, ശരീരത്തിൽ ആത്മാവില്ല. Now sometimes ഡെഡ് ബോഡി അല്ലെങ്കിലും ഇറ്റ്സ് ലൈഫ്ലെസ്. ഞാൻ വ്യത്യാസം പറഞ്ഞുതരാം എന്താണെന്ന്. ചിലപ്പോൾ വെജിറ്റബിൾ സ്റ്റേറ്റിൽ വെന്റിലേറ്ററെ കൊണ്ടിട്ടേക്കും. വെന്റിലേറ്ററെ കൊണ്ടിട്ടാൽ ഹാർട്ട് ബീറ്റ് ഉണ്ട്, ECG ഗ്രാഫ് കറക്റ്റായിട്ട് കാണിക്കും. ഒരു പക്ഷേ EG ബ്രെയിനും കറക്റ്റായിട്ട് ചിലപ്പോൾ ഐ ഡോണ്ട് നോ കാണിച്ചെന്നിരിക്കും. പക്ഷേ ആൾ കോൺഷ്യസ് അല്ല. കാര്യം ആളിൻ്റെ അകത്ത് ലൈഫ് സോ ടു സേ ഹാർട്ട് ബീറ്റ് ഉണ്ട്, പക്ഷേ ബ്രെയിൻ ഡെഡ്. ഡെഡ് ബോഡി ആണോ? വെരി ഡിഫിക്കൽട്ട് ടു സേ. ഡെത്ത് സർട്ടിഫിക്കറ്റ് തരുമോ? നോ വേ. ഡോക്ടേഴ്സിനോട് ഗിവ് എ ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഡെത്ത് സർട്ടിഫിക്കറ്റ് തരത്തില്ല, കാര്യം ഹാർട്ട് ബീറ്റ് ഉണ്ട്. പക്ഷേ ആക്ച്വലി ജീവിക്കുവാന്നോ? നോ, മരിച്ചു. സോ ദാറ്റ്സ് നോട്ട് ഡെഡ് ബോഡി, ബട്ട് ഇറ്റ്സ് ലൈഫ്ലെസ്. നിർജീവമാണ്, ഇറ്റ്സ് ലൈഫ്ലെസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ് ആസ് ദ ഹ്യൂമൻ ബോഡി അപ്പാർട്ട് ഫ്രം ദ സ്പിരിറ്റ് ഇസ് ലൈഫ്ലെസ്. ശരീരമുണ്ട്, ഹാർട്ട് ബീറ്റുമുണ്ട്, ജീവനുണ്ട് എന്നുള്ള പേരുണ്ട്, പക്ഷേ നിർജീവമാണ്, ലൈഫ്ലെസ് എന്ന് പറഞ്ഞതുപോലെ. ഇറ്റ്സ് വെരി ഡീപ്പ് സ്ക്രിപ്ചർ. ഭയങ്കര ആഴമുള്ളൊരു സ്ക്രിപ്ചറായത്. മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഐ വിൽ ബി മിനിസ്റ്ററിങ് ഓൺ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്ക്രിപ്ചർ. ഈ ആദ്യത്തെ ഭാഗത്ത് നിന്നായിരിക്കും ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ രണ്ടാമത്തെ ഭാഗത്തിൽ പറയുകയാണ് സോ ഫെയ്ത്ത് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് വർക്ക് ഓഫ് ഒബീഡിയൻസ് ഇസ് ഓൾസോ ഡെഡ്. ആംപ്ലിഫൈഡ് ബൈബിളിൽ ഞാൻ വായിക്കുന്നത്. ക്യാൻ ജസ്റ്റ് ഗോ വിത്ത് മീ, join me as you read from the screen. For as the human body apart from the spirit is lifeless. ഇംഗ്ലീഷ് മലയാളത്തിൽ ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. മലയാളത്തിൽ അർത്ഥത്തിന്റെ വ്യാപ്തിക്ക് അല്പം ഒരു പരിമിതിയുണ്ട്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഫെയ്ത്ത് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് വർക്ക് ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ പ്രവൃത്തികൾ ഇല്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഐ മേ ഹാവ് ഫെയ്ത്ത് എന്ന് ഞാൻ യേശു കർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും നോ ഫെയ്ത്ത് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നൊരു ഭാഗം എടുക്കും. അല്പവിശ്വാസിയെ എന്നുള്ള ലിറ്റിൽ ഫെയ്ത്ത് എന്നുള്ളൊരു ഭാഗം ഒരു പക്ഷേ ചിന്തിക്കാൻ സമയം കിട്ടിയാൽ ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു ലുക്ക് അറ്റ് ദാറ്റ്. പക്ഷേ ഇന്ന് പറയട്ടെ, വിശ്വാസത്താൽ അഗ്നി അസ്ത്രങ്ങളെ കെടുത്തിക്കളയും. വി quench the fiery darts of the enemy. അഗ്നി അസ്ത്രങ്ങളെ കെടുത്തിക്കളയുന്ന വിശ്വാസത്തിൻ്റെ പരിചയ ഇന്ന് അതിവിടെ എടുക്കും. ഈ ആദ്യത്തെ സെഷനിൽ അതെടുക്കും. പ്രാർത്ഥിക്കുവാൻ സ്തോത്രകാഴ്ചയ്ക്ക് ശേഷം ഐ തിങ്ക് ഐ വിൽ ടേക്ക് സം ടൈം. ആ സമയത്ത് വീണ്ടും ഇത് അഡ്രസ്സ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും വിശ്വാസം ഇഫ് ഇറ്റ് ഹാസ് ടു ബി അലൈവ്, എനിക്ക് വിശ്വാസമുണ്ട്. പർവ്വതങ്ങൾ നീക്കുവാനുള്ള വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുത്താൻ, രോഗസൗഖ്യം വരാൻ, വിടുതൽ വരാൻ, ചങ്ങലകൾ പൊളിക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ ഐ ഹാവ് ദ ഫെയ്ത്ത്. വിശ്വാസമുണ്ട്. ഇറ്റ്സ് നോട്ട് നോ ഫെയ്ത്ത്, വിശ്വാസം ഇല്ലെന്നല്ല. പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിലും ഇറ്റ്സ് ലൈഫ്ലെസ്, നിർജീവമാണ്. ഇസ് ഇറ്റ് ലൈഫ്? ഇസ് ഇറ്റ് ഡെത്ത്? ഡെഡ് ബോഡി ആണോ? നോ, ഹാർട്ട് ബീറ്റ് ഉണ്ട്. ഇറ്റ്സ് ഹാർട്ട് ബീറ്റ് ഉണ്ട്. പക്ഷേ ഇസ് ഇറ്റ് വർക്കിംഗ്? പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല. ഇറ്റ്സ് ലൈഫ്ലെസ്. Now, when does faith become full of life? വിശ്വാസത്തിന് എപ്പോഴാണ് ജീവൻ വരുന്നത്? It says when you have the works of obedience. അനുസരണം. അത് എന്തനുസരണമാണ്? It's the obedience of it's the works of obedience. എന്ത് പ്രവൃത്തിയാണ്? It's the works of obedience.
ഞാനിപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുക, എൻ്റെ വിശ്വാസം ഭയങ്കരമാണ്. എൻ്റെ വിശ്വാസം എനിക്ക് നാളെ ഒരു പുതിയ ജോലി വേണം. സോ എൻ്റെ വിശ്വാസത്തിന് ഞാൻ പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. ഫെയ്ത്ത് വിതൗട്ട് വർക്ക്സ് ഇസ് ലൈഫ്ലെസ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകാം. എൻ്റെ പ്രവൃത്തി, ഞാൻ സ്റ്റേജിന് ചുറ്റും ഒരു 10 പ്രാവശ്യം ഓടാൻ പോകുക. കർത്താവേ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഓടുകയാണ്. ഓട്ടം എന്തുവാ? പ്രവൃത്തിയാണ്. ബട്ട് ഇറ്റ്സ് എ വർക്ക്. ഇറ്റ് ഡോണ്ട് ഗിവ് ലൈഫ് ടു യുവർ ഫെയ്ത്ത്. കാര്യം ഇറ്റ്സ് നോട്ട് എ വർക്ക് ഓഫ് ഒബീഡിയൻസ്. ദൈവം എന്നോട് പറഞ്ഞില്ല സ്റ്റേജിന് ചുറ്റും ഓടാൻ. ദൈവം പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ, യെരിഹോവിന് ചുറ്റും നടക്കുവാൻ പറഞ്ഞ ആ വാക്കിന് വർക്ക് ഓഫ് ഒബീഡിയൻസ്. എന്താണ് കർത്താവ് പറയുന്നത്? രക്ഷിക്കപ്പെടണം. യേശുവിനെ അംഗീകരിക്കാത്തവർ, യു മസ്റ്റ് അക്സെപ്റ്റ് ദ ലോർഡ് ജീസസ്. ഇറ്റ്സ് എ വർക്ക് ഓഫ് ഒബീഡിയൻസ്. 2, യു മസ്റ്റ് ഗെറ്റ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ വാട്ടർ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി ഗോസ്റ്റ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കണം. ഇറ്റ്സ് എ വർക്ക് ഓഫ് ഒബീഡിയൻസ്. അത് അനുസരണത്തിൻ്റെ പ്രവർത്തിയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം ഓൺ എ ഡെയിലി ബേസിസ്. എനിക്ക് അന്യഭാഷ അടയാളത്തോടെ അഭിഷേകം പ്രാപിച്ചവനാണ് ഞാൻ. യെസ്, ദാറ്റ്സ് ഗുഡ്. എങ്കിലും ഓൺ എ ഡെയിലി ബേസിസ് വെയിറ്റ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. ആസ് എ ഡിസൈപ്പിൾ, ശിഷ്യനെ പോലെ റിസീവ് ദ ഹോളി സ്പിരിറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. പരിശുദ്ധാത്മാവിനെ ഓരോ ദിവസവും പ്രാപിക്കണം, സ്വീകരിക്കണം ഓരോ ദിവസവും. സോ അനുസരണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വിശ്വാസം നിർജീവമാകുകയില്ല. അനുസരണത്തിൻ്റെ പ്രവൃത്തികൾ, വർക്ക്സ്, നോട്ട് ജസ്റ്റ് വർക്ക്സ്, വർക്ക്സ് ഓഫ് ഒബീഡിയൻസ്. ദൈവം ചില അസൈൻമെൻറ്റ്സ് തരും, ചില ജോലികൾ തരും. God will tell you, okay, this is your assignment for this week. This is your assignment for the day. ഈ ദിവസത്തേക്കുള്ള നിന്റെ ജോലി ഇതാണ്, അസൈൻമെൻറ്റ് ഇതാണ്. അതിൽ അനുസരണം കാണിച്ചാൽ, വർക്ക്സ് ഓഫ് ഒബീഡിയൻസ്, അനുസരണത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്താൽ, ഇറ്റ് ബ്രിങ്സ് ലൈഫ് ടു യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിന് ഭയങ്കര ജീവൻ നൽകും. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് അസൈൻമെൻറ്റ് കൊടുത്തു, 4 സുവിശേഷങ്ങൾ നീ അടുത്ത 10 ദിവസത്തേക്കകം 4 പ്രാവശ്യം വായിക്കണം. ആ അസൈൻമെൻറ്റ് ലഭിച്ചു കഴിയുമ്പോൾ യു സ്റ്റാർട്ട് ടു പ്രേ, യു സ്റ്റാർട്ട് ടു വർക്ക് ഓൺ ഇറ്റ്. ആ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ യുവർ ഫെയ്ത്ത് സ്റ്റാർട്ട്സ് ടു വർക്ക്. ചിലർക്ക് ദൈവം അസൈൻമെൻറ്റ് കൊടുക്കും, ഈ ആഴ്ചയിൽ നീ 7 മണിക്കൂർ പ്രാർത്ഥിക്കണം. റിസീവ് ദറ്റ് അസൈൻമെൻറ്റ് ഫ്രം ദ ലോർഡ്. അസൈൻമെൻറ്റ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ആ 7 മണിക്കൂർ നീ പ്രാർത്ഥിക്കുമ്പോൾ, ആഴ്ചയിൽ 7 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ, സഡൻലി യുവർ ഫെയ്ത്ത് സ്റ്റാർട്ട്സ് ടു ഗെറ്റ് ലൈഫ്. നിങ്ങളുടെ വിശ്വാസം ജീവൻ വെച്ച് തുടങ്ങും. ആൻഡ് ഇറ്റ് സേസ്, ഫോർ ആസ് ദ ഹ്യൂമൻ ബോഡി അപ്പാർട്ട് ഫ്രോം ഇറ്റ്സ് സ്പിരിറ്റ് ഇസ് ലൈഫ്ലെസ്. ശരീരം, ആത്മാവ് കൂടാത്ത ശരീരം നിർജീവമായതുപോലെ, സോ faith, yeah, it's living, but it's lifeless. So faith, apart from its work of obedience, is also dead. അങ്ങനെ വിശ്വാസം പലർക്കും ഉണ്ടെങ്കിലും, യേശു കർത്താവ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കാൻ പോകുന്നത്, ഇന്നത്തെ മെസ്സേജ് അവിടെ നിന്നായിരിക്കും. കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, ചിലരോട് പറഞ്ഞു, ഓ യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. ആരോടാ പറഞ്ഞത്? പത്രോസ് വെള്ളത്തിൻ്റെ മേൽ നടക്കാൻ ആരംഭിച്ചു. പക്ഷേ when he saw the storm, ആ തിരമാലകൾ, ആ വലിയ കൊടുങ്കാറ്റൊക്കെ കണ്ടപ്പോൾ, you know what happened? He started to sink into the waters. വെള്ളത്തിലേക്ക് മുങ്ങുവാൻ ആരംഭിച്ചു. കർത്താവ് പറയുന്നത്, ഓ യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസിയെ. പക്ഷേ ഇന്ന് നമ്മൾ വായിക്കുവാൻ പോകുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് 4-ാം അധ്യായത്തിൽ നിന്ന് അവിടെ വരുമ്പോൾ, ഈ വലിയ കൊടുങ്കാറ്റും തിരമാലയും ഒക്കെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ചോദിക്കാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ചിന്തയില്ലയോ? We are dying. And you are not even thoughtful of us, mindful of us. യേശു എനേറ്റ് ചില കാര്യങ്ങൾ ചെയ്തു. വിൽ ഗോ ടു ദാറ്റ്. എന്നിട്ട് പറയുകയാണ്, അല്പവിശ്വാസികളെ എന്നല്ല, വൈ യു ഹാവ് നോ ഫെയ്ത്ത്. നിനക്ക് വിശ്വാസം ഇല്ലാത്തത് എന്ത്? വിശ്വാസമില്ലയോ? യേശു ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിക്കുന്നു. യേശു കൂടുണ്ടെങ്കിൽ വിടുവിക്കാൻ കഴിയുമെന്നവർ ബിലീവ് ചെയ്തു, വിശ്വസിച്ചു. ദേ ഹാഡ് ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. അവർക്ക് അവരുടെ മനസ്സിൽ ഉറപ്പും ധൈര്യവും ഉണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ ഉണർത്തിയത്. അതേസമയം അവരുടെ അകത്ത് വിശ്വാസമുണ്ട്. ബട്ട് ദാറ്റ് ഫെയ്ത്ത് വാസ് നോട്ട് ഫുൾ ഓഫ് ലൈഫ്. വിശ്വാസം ഉണർത്തിയ കർത്താവ് എഴുന്നേറ്റ് കാറ്റ് അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്ന് പറഞ്ഞത് ഫെയ്ത്ത് വർക്ക്ഡ്. ഇന്ന് ചിലരുടെ വിശ്വാസം വർക്ക് ചെയ്യും. ഒരു ആമേൻ പറയാമോ? ചില അനുസരണത്തിൻ്റെ പ്രവർത്തികൾ. when you start to do works of obedience, your faith will start to have unbelievable life and power. അതിൻ്റെ അകത്ത് വിശ്വാസത്തിൻ്റെ ജീവനും ശക്തിയും വ്യാപരിച്ചിരിക്കും. Let me come back to the first part of the portion of the scripture. ഈ ഒന്നാമത്തെ ഭാഗത്തിൽ, for as the human body apart from its spirit, from the spirit is lifeless. ഏതെങ്കിലും ഒരു ശരീരത്തിന് ജീവൻ വേണമെങ്കിൽ ബൈബിൾ പറയുന്നു ആത്മാവ് ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ, ലെറ്റ് മീ കം ടു അനദർ ഫ്ലിപ്പ് സൈഡ് ഓഫ് ഇറ്റ്. അതിൻ്റെ ഒരു മറുവശം പറയട്ടെ. എന്തിനെങ്കിലും ജീവൻ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിൻപിൽ ഒരു ആത്മാവ് വേണം.
Let me come very bland, very simple things. രോഗങ്ങൾ പല കാരണങ്ങളാൽ വരും. many reasons. ഞാനിവിടെ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളത് പാത്തജൻസ്, ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പലതും പാത്തജൻസ്. 2, ടോക്സിൻസ്, പല പ്ലാസ്റ്റിക് ഉൾപ്പെടെ, നാനോ പ്ലാസ്റ്റിക്, മൈക്രോ പ്ലാസ്റ്റിക്സ് ഉൾപ്പെടെ പല കെമിക്കൽസ്, പോയ്സൺസ് നമ്മളുടെ അകത്തേക്ക് ഫെർട്ടിലൈസേഴ്സിൽ കൂടെ, പെസ്റ്റിസൈഡ്സ് പലതിൽ കൂടെ അകത്ത് പോകുന്ന ടോക്സിക് മെറ്റീരിയൽ, ശ്വസിക്കുന്ന വായിൽ കൂടെ പോകുന്ന, കുടിക്കുന്ന വെള്ളത്തിൽ കൂടെ, ആഹാരത്തിൽ കൂടെ, നമ്മൾ ത്വക്കിൽ പുരട്ടുന്ന ക്രീംസിൽ കൂടെ ശരീരം വലിച്ചെടുക്കുന്ന പല ടോക്സിൻസ് നിമിത്തം രോഗങ്ങൾ വരും. നമ്മളുടെ അകത്ത് നറിഷ്മെൻറ്റ്, ന്യൂട്രീഷൻ ഇല്ലാത്തത്, വിറ്റമിൻ മിനറൽസ് ഇല്ലാത്തത് കൊണ്ട് രോഗങ്ങൾ വരും. ഇഞ്ചുറീസ്, പല ശരീരത്തിൽ വരുന്ന പല മുറിവല്ല ചതവുകൾ നിമിത്തം രോഗങ്ങൾ. വെരി മെനി ഡിഫറെൻറ്റ് റീസൺസ് ഫോർ സിക്നെസ്സസ് ആൻഡ് ഡിസീസസ്. പല കാരണങ്ങളുണ്ട്. എങ്കിലും ഒരു മെഡിക്കൽ ടെസ്റ്റിലും ഒരു മെഡിക്കൽ ലാബിലും ഒരു ബ്ലഡ് ടെസ്റ്റിലും സ്കാനിങ് റിപ്പോർട്ടിലും ഒന്നും വരാത്ത മറ്റൊരു ഡെമെൻഷൻ, മറ്റൊരു തലമുണ്ട്. അതിനെ വിളിക്കുന്നതാണ് സ്പിരിറ്റ് ഓഫ് സിക്നെസ്. യേശു എവിടെയെങ്കിലും രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ ആദ്യമേ ഹി ഡെൽറ്റ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് സിക്നെസ്, രോഗാത്മാവിനെ ശാസിച്ചു. ബൈബിളിൽ വായിച്ചാൽ അത് കാണുവാൻ സാധിക്കും. നൗ, ഒരു രോഗം എനിക്ക് പിടിച്ചാൽ ഇറ്റ് കുഡ് ബി എനി ഓഫ് ദി അബവ്, പലതുമായിരിക്കും. പക്ഷേ എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ആ ട്രീറ്റ്മെൻറ്റിൽ രോഗം തകർന്ന് മാറാതെ, the reason for the longevity of that sickness is because there is a spirit behind it. ആത്മാവില്ലാത്ത ശരീരം നിർജീവമാകുന്നത് പോലെ രോഗത്തിൻ്റെ പിൻപിലുള്ള ചില ആത്മാക്കൾ മാറിക്കഴിഞ്ഞാൽ രോഗശക്തിക്ക് പിന്നെ നിൻ്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഒത്തിരി രോഗികളെ കണ്ടിട്ടുണ്ട്. ദേ ഗെറ്റ് സിക്ക്. എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും സൈഡ് എഫക്റ്റും മറ്റ് പുതിയ രോഗങ്ങളും വരികയല്ലാതെ പലപ്പോഴും രോഗങ്ങൾ സൗഖ്യമാകാത്തതിൻ്റെ പിൻപിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വൈ ഇസ് ഇറ്റ് ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ, ലോജിക് ആൻഡ് റാഷണൽ, നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ഗ്രാഹ്യത്തിനും പുറത്ത് പല രോഗങ്ങൾക്കും സൗഖ്യം വരാത്തതിൻ്റെ പിൻപിലെ കാര്യം എന്താണ്? കാര്യം മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു രോഗശക്തി ചില രോഗങ്ങളുടെ പിൻപിലുണ്ട്. വെറും രോഗമാണെങ്കിൽ, വെറും പാത്തജൻസ്, വെറും ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസി, വെറും ഇഞ്ചുറീസ് ആണെങ്കിൽ അതിനൊക്കെ ക്യൂർ, അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല ക്യൂർ ഉണ്ട്. പലർക്ക് എത്ര ട്രീറ്റ്മെൻറ്റ് കൊടുത്താലും ക്യൂർ ആകത്തില്ല. ലൈഫ് ലോങ് സപ്പോർട്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ലോഞ്ചിവിറ്റി ഓഫ് ദ സിക്നെസ്? ഈ രോഗശക്തിക്ക് ഇത്രയും ദീർഘായുസ് വരാൻ കാര്യം എന്താണ്? കാര്യം അതിൻ്റെ പിൻപിൽ ഒരു രോഗാത്മാവുണ്ട്. ഇന്ന് സഭ ഒരുമിച്ച് ചില ശക്തികളെ ശാസിച്ചാൽ നിന്റെ ശരീരത്തിലുള്ള ചില രോഗങ്ങൾ വേഗത്തിൽ പൊറുതി വന്നിരിക്കും. There will be a healing very fast. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ തിരിച്ചറിയുന്നു, ചില ശരീരങ്ങൾക്കകത്ത് യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യം വ്യാപരിക്കാൻ പോകുകയാണ്. അത്ഭുത രോഗസൗഖ്യം, മിറക്കിൾ ഹീലിംഗ്. കാര്യം അതിൻ്റെ പിൻപിൽ വ്യാപരിച്ചു നിൽക്കുന്ന ചില രോഗശക്തികളെ എന്ന് പുറത്താക്കുക. അധികാരം ഉപയോഗിക്കുന്നവർ അധികാരം ഉപയോഗിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ ചില ഭവനങ്ങൾക്കകത്ത് അങ്ങനെ വന്നിരിക്കുന്ന രോഗശക്തികൾ, നാട്ടിലുള്ള ചില ഭവനങ്ങളിൽ, ഹല്ലേലൂയ, ഇവിടെ വീടുകളിൽ, ചില വീടുകളിൽ രോഗശക്തികൾ മാറാതെ ഭവനത്തിൻ്റെ അകത്ത് തളം കെട്ടി നിൽക്കുന്ന രോഗശക്തികളെ നോക്കി ഇന്ന് യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് ചില ദുരാത്മാക്കളെ പുറത്തയക്കുവാൻ ചിലരുടെ മേലൊരു അധികാരത്തിൻ്റെ പുതപ്പ് വരികയാണ്. That is the administration of the word. എന്ന് ഞാൻ ആ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ ഒരു അധികാരത്തിൻ്റെ തലം പ്രാപിച്ചോണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡെസിപ്പേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒത്തിരി അറിവിൻ്റെ വാക്കുകൾ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകരുത്. പകരം ഇന്ന് പോകുമ്പോൾ ചിലതൊക്കെ എൻഗേജ് ആകുന്നത് പോലെ, രോഗശക്തികൾ എൻഗേജ് ആകുന്നത് പോലെ, ദാരിദ്ര്യത്തിൻ്റെ ശക്തികൾ എൻഗേജ് ആകുന്നത് പോലെ. Why is it that your poverty has longevity? എത്ര അധ്വാനിച്ചിട്ടും എത്ര പ്രവർത്തിച്ചിട്ടും ജീവിതത്തിൽ ഗതിയില്ലാതെ ദാരിദ്ര്യത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ചില ഭവനങ്ങളെ നോക്കി ഇന്ന് ഞാൻ കരമുയർത്തി വിളിച്ചു പറയുകയാണ്, നിന്റെ ഭവനത്തിൻ്റെ അകത്ത് തളം കെട്ടി നിൽക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിനെ പുറത്തയക്കുവാൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിച്ചിരിക്കും. ഓ ജീസസ്. ഒരു ഭവനത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുമ്പോൾ when we dedicate a house, ഞങ്ങൾ ചെയ്യുന്നത് ഈ ഭവനത്തിൻ്റെ അകത്ത് ഇന്നു മുതൽ ഈ ഭവനം കർത്താവിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്ന ഈ ദിവസം മുതൽ ഒരു രോഗശക്തി, ഒരു ദാരിദ്ര്യത്തിൻ്റെ ശക്തി, ഒരു പരാജയത്തിൻ്റെ ശക്തി, ഒരു ഭയത്തിൻ്റെ ശക്തി, ഭയം എന്ന വികാരമുണ്ട്, പക്ഷേ അതിനെ ഉണർത്തിവിടുന്ന ഭയത്തിൻ്റെ ശക്തികൾ, ആത്മശക്തികൾ ഒന്നും ഭവനത്തിൻ്റെ അകത്ത് വരുവാൻ ഇന്നു മുതൽ നിനക്ക് അവകാശമില്ല. ഇത് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ഭവനമാണ് എന്ന് ഭവനങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അകത്തുള്ള ദുർവ്യാപാര ശക്തികൾ പുറത്തു പോകുന്നത് ദൈവ പൈതലിൻ്റെ അവകാശമാണ്. ബട്ട് ലിസൺ ടു ദിസ്.
Poverty is not just single dimensional. Poverty എന്നുള്ളത് ഡെഫിനറ്റ്ലി ദർ ഇസ് എ സ്പിരിറ്റ് ബിഹൈൻഡ് ഇറ്റ്. അതിൻ്റെ പിൻപിൽ ഒരു ആത്മാവുണ്ട്. പക്ഷേ എല്ലാ ദാരിദ്ര്യങ്ങളും ദുരാത്മാവിനാൽ മാത്രം വരുന്നതല്ല. Now, ദുരാത്മാവ് വന്നു കഴിയുമ്പോൾ ഇറ്റ് ഇൻഫ്ലുവൻസസ് യുവർ തോട്ട് പാറ്റേൺസ്, മൈൻഡ് സെറ്റ്, മെൻറ്റാലിറ്റി, മനോഭാവങ്ങളെ, ചിന്താഗതികളെ, ക്രിയേറ്റിവിറ്റിയെ വെട്ടിക്കളഞ്ഞ് ചിന്തകൾക്കകത്ത് ഏത് ചിന്തയെടുത്താലും എക്സാക്ട് റോങ് തീരുമാനമായിരിക്കും. എനി ഡിസിഷൻ ദാറ്റ് യു മേക്ക് വിൽ ബി ദ എക്സാക്ട് റോങ് ഡിസിഷൻ. ഇതിനേക്കാൾ റോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കത്തില്ല എന്ന് ഉറപ്പാണ്. കാര്യം പൈശാചിക ശക്തികൾ മനോഭാവത്തെയും ചിന്താഗതികളെയും അതുപോലെ അങ്ങ് സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ചില വ്യക്തികൾ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ചിന്താമണ്ഡലത്തിൽ വരേണ്ട മാറ്റം വരാത്തിടത്തോളം the door remains open for the spirit of poverty to step into your life and into your house. നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിന് മടങ്ങി വരാനുള്ള വാതിൽ തുറന്നിട്ടിരിക്കുക. കാര്യം എന്താ? ആ ദുരാത്മാവിനെ ഭവനപ്രതിഷ്ഠയിൽ, വിടുതലിൻ്റെ പ്രാർത്ഥനയിൽ ഞായറാഴ്ച പ്രാർത്ഥിച്ച ദുർശക്തിയെ പുറത്താക്കി നിങ്ങളുടെ ഭവനം ന്യൂട്രലായി, നിങ്ങളുടെ ഭവനം ശൂന്യമായി. പക്ഷേ നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കാത്തതുപോലെ നിങ്ങളുടെ ഭവനം അടിച്ചുവാരി ശൂന്യമായി കിടക്കുന്നത് കാണുമ്പോൾ ഈ വിട്ടുപോയ ശക്തിക്ക് അകത്തു വരാൻ ഉള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. 2, ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ മൈൻഡ് സെറ്റ്, ഇറ്റ്സ് ഓൾസോ ദ വർക്ക്സ് ഓഫ് യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തികൾ, ദ വർക്ക്സ് ഓഫ് യുവർ ഹാൻഡ്സ്. ചിലർ മടിയന്മാരാണ്. അല്പം കൂടെ കൈകെട്ടി അല്പം കൂടെ ഉറങ്ങാം എന്ന് പറഞ്ഞ് ടൈറ്റായിട്ട് കൈകെട്ടി പുതപ്പ് വലിച്ച് തലേക്കൂടിട്ട് കിടന്നുറങ്ങുന്ന മടിയന്മാരുടെ സ്വഭാവമുള്ളവർ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, അങ്ങനെയുള്ളവൻ്റെ വീട്ടിൽ ദാരിദ്ര്യം വന്നിരിക്കും. ആൻഡ് ബൈ ദ വേ, അത് ആത്മാവല്ല, അത് ദാരിദ്ര്യമാണ്. ഇറ്റ് വിൽ കം ഇൻ ടു യുവർ ഹൗസ്. പക്ഷേ അങ്ങനെ സ്വഭാവ വൈകല്യങ്ങൾ, ക്യാരക്ടർ ഫോൾട്ട്സ് ഉള്ളവർ, അവരുടെ കരങ്ങൾ അധ്വാനശീലമല്ലെങ്കിൽ, അവരുടെ കരങ്ങൾ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ, ഇഫ് ദർ ഇസ് നോ ഡെക്സ്റ്ററിറ്റി ദാറ്റ് ഹോളി സ്പിരിറ്റ് ഗിവ്സ്, കരങ്ങൾക്കകത്ത് ആ സ്കില്ലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വാതിൽ തുറന്നു കിടക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ ശക്തികൾ പ്രാർത്ഥിച്ച് പുറത്താക്കപ്പെട്ടത് മടങ്ങി വരാൻ വാതിൽ തുറന്നു കിടക്കുകയാണ്. യുവർ ഫീറ്റ്, കാലുകൾ, മൺപേടകളുടെ കാലുകൾ പോലെ ദൈവം നിങ്ങളുടെ കാലുകൾക്ക് വേഗതയും സ്ഥിരതയും തരും. ഗിരികളിൽ നിർത്തുമാറാക്കും. തെന്നിപ്പോകുന്ന, സ്ഥിരതയില്ലാത്ത, വേഗതയില്ലാത്ത ഉയർന്ന ഗിരികളിൽ നിൽക്കുവാൻ കഴിയുന്ന മാൻപേടകൾ പോലെ ദ ലോർഡ് വിൽ അനോയിന്റ് യുവർ ഫീറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്പീഡ്. ഡിസിഷൻസ് എടുക്കേണ്ടിടത്ത് ഡിസിഷൻസ് എടുക്കുവാൻ, ചെയ്യേണ്ടത് ഉടനെ ചെയ്യുവാൻ. 4 ദിവസം കഴിഞ്ഞിട്ടല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല, സമയം കഴിഞ്ഞിട്ടല്ല, മേ ബി 3 minutes delayed, that's enough. സ്പീഡ് മാറിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ഒരു തലം അവിടെ വെളിപ്പെടാൻ സാധ്യതയുണ്ട്. സ്ഥിരതയില്ലെങ്കിൽ, ഇരുമനസ്സുള്ളവൻ സകല വഴികളിലും അസ്ഥിരൻ. ഡബിൾ മൈൻഡഡ് പേഴ്സൺ ഇസ് അൺസ്റ്റേബിൾ ഇൻ ഓൾ ഹിസ് വേസ്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? എവിടെയോ ദാരിദ്ര്യത്തിൻ്റെ ഡയമെൻഷൻസ്, 3 ഡയമെൻഷൻസ്. 1 സ്പിരിച്വൽ, 2 തോട്ട്സ്, 3 ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കൈകളും കാലുകളും. ഞാൻ ഈ 3 വാക്കുകളിൽ ചിത്രീകരിക്കുകയാണ്. 1 ദ സ്പിരിറ്റ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൻ്റെ ആത്മാവ്. 2 ദാരിദ്ര്യത്തിൻ്റെ ചിന്താഗതികളും മനോഭാവങ്ങളും, ദി ആറ്റിറ്റ്യൂഡ്, ദ മൈൻഡ് സെറ്റ്, ദ തോട്ട് പാറ്റേൺസ് ഓഫ് പോവർട്ടി. 3 ദ വർക്ക്സ് ആൻഡ് ദി ആക്ടിവിറ്റീസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൻ്റെ രീതികൾ. ഇത് 3ഉം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്നത്. ചിലപ്പോൾ എൻ്റെ പ്രവർത്തികൾ നിമിത്തം ദാരിദ്ര്യത്തിൽപ്പെട്ട് കാണും. അത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഇമ്മീഡിയറ്റ്ലി അഡ്രസ് ഇറ്റ്. ഇല്ലെങ്കിൽ വാതിൽ തുറന്നു കിടക്കും. പിന്നെയും ആ ദാരിദ്ര്യത്തിൻ്റെ ദുരാത്മാവിനെ പുറത്താക്കേണ്ടി വരും. സോ ഡിഫറെൻറ്റ് റീസൺസ് ഫോർ ഡിഫറെൻറ്റ് തിങ്സ്. ഫെയിലിയേഴ്സ്, അതിൻ്റെ പിൻപിൽ ദുരാത്മാക്കൾ വ്യാപരിക്കാൻ സാധ്യതയുണ്ട്. ഐ ഡിഡ് നോട്ട് സേ ദാറ്റ് ഓൾ ഫെയിലിയേഴ്സ് ഹാപ്പൻ ബിക്കോസ് ഓഫ് സ്പിരിച്വൽ ഫാക്ടേഴ്സ്. എല്ലാ പരാജയത്തിൻ്റെയും പിൻപിൽ ആത്മീയ കാരണങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ പരാജയത്തിൻ്റെയും, എക്സാമിൽ തോറ്റത് മന്ത്രവാദമാണെന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ പരാജയത്തിൻ്റെയും പിൻപിൽ ഒരു ആത്മമണ്ഡലമുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ആ പരാജയങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ദുരാത്മമണ്ഡലം വന്ന് അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ് എന്ന് മറക്കാതെ ഈ ആഴ്ചയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേട്ടാ, ജീവിതത്തിൽ ലോഞ്ചിവിറ്റി നൽകുന്ന, പ്രശ്നങ്ങൾക്ക് ലോഞ്ചിവിറ്റി നൽകുന്ന ആ ദുരാത്മമണ്ഡലത്തെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുവാൻ, അതിൻ്റെ പ്രവൃത്തികളെ ക്രമീകരിക്കുവാൻ ഈ ആഴ്ചയിൽ ദൈവം ചിലതിൻ്റെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ. Amen, amen, amen. I can sense that in the atmosphere already. അന്തരീക്ഷത്തിൽ ഓൾറെഡി ഞാൻ തിരിച്ചറിയുന്ന ചില ഭവനങ്ങൾക്കകത്ത് മാറ്റം വരാൻ പോകുക. വികാരങ്ങളെയും വിചാരങ്ങളെയും പ്രവൃത്തികളെയും വഴികളെയും ഒക്കെ ക്രമീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി ചിലരുടെ അകത്തോട്ട് ഇന്ന് മെസ്സേജിൽ കൂടെ വ്യാപരിക്കും. അതിൻ്റെ മുൻപ് ഞാൻ ഇവിടെ ഒരു ഭയങ്കര സന്ദേശം, ഭയങ്കര ശുശ്രൂഷ ഇവിടെ ചെയ്തെടുക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ അസാധാരണ രൂപാന്തരങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. മനോഭാവങ്ങൾ മാറിയിരിക്കും,
ചിന്താഗതികൾ മാറിയിരിക്കും, കാഴ്ചപ്പാടുകൾ മാറിയിരിക്കും. പെർസ്പെക്റ്റീവ്സ് വിൽ ചേഞ്ച്, ആറ്റിറ്റ്യൂഡ്സ് വിൽ ചേഞ്ച്, തോട്ട് പാറ്റേൺസ് വിൽ ചേഞ്ച്, അണ്ടർസ്റ്റാൻഡിംഗ് വിൽ ചേഞ്ച്, ദ ലൈറ്റ് വിൽ കം. ചിലർക്ക് വെളിച്ചം വന്നിരിക്കും. ഈ ആഴ്ചയിൽ ചില ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കും. എത്ര പേർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? യേശുവിൻ്റെ നാമത്തിൽ ആ ശുശ്രൂഷ ഞങ്ങൾ ഇവിടെ ഏറ്റെടുക്കുകയാണ്. ചില ഭവനങ്ങൾക്കകത്ത്, ചില ജീവിതത്തിൽ പ്രതിസന്ധികൾക്ക് ദീർഘായുസ് നൽകുന്ന ആത്മമണ്ഡലത്തെ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുകയാണ്. ആ ഒരു അഭിഷേകം ഈ ദിവസങ്ങളിൽ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിനുള്ള അധികാരം, തുടർന്നുള്ള വചനം ഞാൻ സംസാരിക്കുമ്പോൾ യു മസ്റ്റ് ലിസൺ വെരി കോഷ്യസ്ലി, വളരെ ശ്രദ്ധയോടെ, ഡിലിജൻ്റ്ലി, വളരെ ശ്രദ്ധയോടെ നമ്മൾ ഈ വചന സന്ദേശം ശ്രവിക്കണം. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ഇത് കഴിയുമ്പോൾ ചില കരങ്ങളിലേക്ക് ചില അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ വന്നിരിക്കും. സോ ഐ ആം ഗോയിങ് ടു റീഡ് ഫോർ യു മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം. ഇറ്റ്സ് എ ലോങ് സ്ക്രിപ്ചർ പോർഷൻ. സോ അതുകൊണ്ട് പ്ലീസ് ബെയർ വിത്ത് മീ. കൂടെ വായിക്കുവാൻ കഴിയുന്ന എല്ലാവരും ചേർന്ന് വായിക്കണം. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട്, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ. കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആർ എന്ന് തമ്മിൽ ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചും ഇങ്ങനെ ചില ചോദ്യങ്ങൾ ഉയരും. ഈ വ്യക്തി ആരാണ്? ഇന്നലെ വരെ സാധാരണ ഒരു സ്ത്രീയായി, സാധാരണ ഒരു പുരുഷനായി, സാധാരണ ഒരു വ്യക്തിയായി നടന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാറ്റും കടലും ഒരുമിച്ച് ഈ വ്യക്തി അനുസരിക്കുന്നത് പോലെ അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ എവിടുന്ന് എന്ന് ചോദിക്കുന്നത് പോലെ ചില ജീവിതങ്ങളിൽ രൂപാന്തരങ്ങൾ സംഭവിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ പോർഷൻ. നിങ്ങളുടെ അവകാശമാണ്. ഏറ്റെടുത്തോണം, അവകാശങ്ങൾ ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ ചില അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. The difference between power and authority, ശക്തിയും അധികാരവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ശക്തി എന്നുള്ളത് it is എന്താ പറയുന്ന, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ, if a person has any weapon, it's power. പക്ഷേ ആ തോക്ക്, ആയുധം ഉപയോഗിക്കുവാൻ ആവശ്യമുള്ള അധികാരമുണ്ടോ എന്നാണ് ചോദ്യം. പല പോലീസുകാരുടെ കയ്യിലും ലാത്തിയുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ തോക്കുമുണ്ട്. പക്ഷേ they cannot do a lathi charge unless the commissioner says. ഇല്ലെങ്കിൽ അധികാരപ്പെട്ടവർ പറയാത്തിടത്തോളം ഫയറിങ്ങോ ഇല്ലെങ്കിൽ ആയുധത്തെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ശക്തി ഉണ്ടെങ്കിലും അധികാരമുള്ളവൻ പറഞ്ഞെങ്കിൽ മാത്രമേ ശക്തി ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. You cannot use power till you have legitimate authority. അധികാരം വരാത്തിടത്തോളം നിങ്ങൾക്ക് ശക്തി ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. എന്ന് പറയട്ടെ, നമ്മൾ കാത്തിരുന്നാൽ ശക്തി പ്രാപിക്കും, പക്ഷേ ചേർന്നിരുന്നാൽ അധികാരം പ്രാപിക്കും. യേശു കർത്താവ് 12 ശിഷ്യന്മാരെ അരികിൽ വെച്ച് സമ്മൺഡ് 12 of them. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. സമ്മൺഡ്, ജുഡീഷ്യൽ വാക്കാണ് സമ്മൺസ്. സമ്മൺഡ് 12 of them. 12 ശിഷ്യന്മാരെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, സ്റ്റേ വിത്ത് മീ, സ്റ്റിക്ക് വിത്ത് മീ, എന്നോട് ചേർന്നിരിക്കുക, സ്റ്റേ ക്ലോസ് ടു മീ, എന്നോട് ചേർന്നിരിക്കുക. കാര്യം ഞാൻ നിങ്ങൾക്ക് ചില അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ തരാൻ പോകുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ സംസാരിച്ചതിനെ തുടർന്ന് കർത്താവിനോട് പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുന്ന ചില സഹോദരി സഹോദരന്മാരുണ്ടോ? നിങ്ങളുടെ കരങ്ങളിലേക്ക് ചില അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ ഈ ആഴ്ചകളിൽ കർത്താവ് തന്നിരിക്കും. നിങ്ങളുടെ വാക്കിൻ്റെ മുൻപിൽ രോഗശക്തികൾ കീഴടങ്ങിയിരിക്കും. നിങ്ങളുടെ വാക്കിൻ്റെ മുൻപിൽ കാലാവസ്ഥ മാറിയിരിക്കും. നിങ്ങളുടെ വാക്കിൻ്റെ മുൻപിൽ പ്രതികൂല സാഹചര്യങ്ങൾ കാൽക്കീഴിലായിരിക്കും. നിങ്ങളുടെ സാഹചര്യത്തിൻ്റെ മുൻപിൽ നിങ്ങൾ സംസാരിക്കും, ചില പ്രവൃത്തികൾ നടന്നിരിക്കും. കാര്യമെന്ത്? കാര്യം വളരെ സിമ്പിളാണ്. അഭിഷേകത്തോടുകൂടെ ശക്തി പ്രാപിച്ചവരും അധികാരത്തിൻ്റെ കൈമാറ്റങ്ങൾ ലഭിച്ചവരും ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വലിയ സൈന്യമായി എഴുന്നേൽക്കാൻ പോകുകയാണ്. So if you stick close, ചേർന്നിരുന്നാൽ അധികാരത്തിൻ്റെ കൈമാറ്റമുണ്ട്.
അതേസമയം കാത്തിരുന്നാൽ ശക്തിയുടെ പകർച്ചയുമുണ്ട്. നിങ്ങൾ കാത്തിരിക്കണം, ശക്തി പ്രാപിക്കുവോളം കാത്തിരിക്കണം. പിന്നെ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ പോകും. നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ മേൽ ശക്തി വ്യാപരിച്ചു, ശക്തി വ്യാപരിച്ചു, ശക്തി വ്യാപരിച്ചു. ഇതാ പഴയ നിയമത്തിൽ പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. They that wait upon the Lord shall renew their strength and power. അവരുടെ ശക്തിയെ അവർ പുതുക്കിയിരിക്കും. If you wait, കാത്തിരുന്നാൽ ശക്തി വന്നിരിക്കും. എത്ര അധികാരമുള്ളവരാണെങ്കിലും ശക്തി ഇല്ലെങ്കിൽ അധികാരത്തിന് പ്രസക്തിയില്ല. അധികാരത്തിൻ്റെ പ്രസക്തി വേണമെങ്കിൽ ശക്തി ആവശ്യമാണ്. ഒരു ജഡ്ജി ഒരു ഓർഡർ ഇട്ടു, ഇല്ലെങ്കിൽ ഒരു വേർഡിക്റ്റ്, ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി, ആ ജഡ്ജ്മെൻറ്റോ വേർഡിക്റ്റോ ഡിക്രിയോ അത് നടത്തിയെടുക്കണമെങ്കിൽ ആ ജുഡീഷ്യൽ പവറിൻ്റെ പിൻപിൽ അതിനെ താങ്ങുന്ന ഒരു പോലീസ് പവർ ആയിരിക്കും, എക്സിക്യൂട്ടീവുടെ പവർ അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ ജഡ്ജിൻ്റെ അധികാരത്തിന് സ്ഥാനമുള്ളൂ. ജഡ്ജ് പറയുകയാണ് നീ ജയിലിൽ പോകുകയാണ്, പക്ഷേ പോലീസുകാർ അതിനെ പിന്താങ്ങുവാനില്ലെങ്കിൽ ജഡ്ജിൻ്റെ അധികാരത്തിന് യാതൊരു സ്ഥാനവുമില്ല. എന്ന് അധികാരം പ്രാപിക്കുന്ന ചിലരോട് പറയട്ടെ, നീ എത്ര ശക്തമായ അധികാരം പ്രാപിച്ചാലും നീ അതിൻ്റെ പിൻപിൽ ശക്തിയും കൂടെ ഏറ്റെടുക്കണം. ശക്തി എവിടെ നിന്ന് വരുന്നു? ഒന്ന്, കാത്തിരിക്കുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കും. ഒത്തിരി തലങ്ങളുണ്ട്. രണ്ടാമത്തെ ഇന്ന് ഞാൻ പറഞ്ഞു, വിശ്വാസത്തിൻ്റെ ശക്തി ചിലരുടെ അകത്തേക്ക് വരും. വിശ്വാസത്തിൻ്റെ ശക്തി വന്നു കഴിഞ്ഞാൽ നീ പർവ്വതത്തോടെ ചാടി കടലിൽ പോകാൻ പറഞ്ഞാൽ കടലിൽ പോയി ചാടിയിരിക്കും. യു സീ ദ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇൻ ദ ബൈബിൾ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ പർവ്വതത്തെ കടലിലിടുമെന്ന് പറഞ്ഞിട്ടില്ല. വിശ്വാസത്താൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഭൂതങ്ങളെ പുറത്താക്കണമെങ്കിൽ അതിൻ്റെ അധികാരവും ശക്തിയുടെയും ഒരു തലമുണ്ട്. പർവ്വതങ്ങളെ മാറ്റണമെങ്കിൽ, പ്രശ്നങ്ങളെ മാറ്റണമെങ്കിൽ അതിൻ്റെ ഒരു തലവും. വ്യത്യസ്ത പാറ്റേൺസ് ആൻഡ് വ്യത്യസ്ത റിസൾട്ടുകൾ, വ്യത്യസ്ത പാറ്റേൺസിൽ വ്യത്യസ്ത റിസൾട്ടുകൾ കാണുവാൻ സാധിക്കും. സോ അധികാരത്തിൻ്റെ പിൻപിൽ ശക്തി വ്യാപരിക്കണമെങ്കിൽ ശക്തിയുടെ വ്യത്യസ്ത ഏരിയാസിൽ നിന്നും നമ്മളതിനെ പിടിച്ചെടുക്കണം. വിശ്വാസത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. വിശ്വാസം ഉള്ളിലുണ്ടെങ്കിലും വിശ്വാസം നിർജീവമാകാതെ വിശ്വാസം ശക്തിപ്പെടണമെങ്കിൽ അനുസരണത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തിരിക്കണം. വർക്ക്സ് ഓഫ് ഒബീഡിയൻസ് വിൽ ബ്രിങ് ലൈഫ് ആൻഡ് പവർ ടു യുവർ ഫെയ്ത്ത്. വെയിറ്റിംഗ് ഡെയിലി, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മൾ പ്രാപിക്കും. എല്ലാ ദിവസവും വചനത്തിൻ്റെ ശക്തിയെ നമ്മൾ പ്രാപിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത ചില നിമിഷങ്ങൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് പോകുന്നതിന് മുൻപേ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രഭാഗത്തേക്ക് നമുക്ക് പോകുവാൻ സാധിക്കും. സോ നൗ, അധികാരമുണ്ടെങ്കിൽ, അധികാരം പ്രവർത്തിക്കണമെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യുന്ന ശക്തി ആവശ്യമാണ്. അധികാരമില്ലാത്തവൻ ശക്തി ഉപയോഗിച്ചാൽ ഇറ്റ്സ് ഇല്ലീഗൽ, അത് ഇല്ലീഗലായിത്തീരും. എൻ്റെ തോക്കുണ്ട്, പക്ഷേ അധികാരമില്ലാത്തതുപോലെ പോലീസുകാരൻ കയറി വെടിവെച്ചാൽ, ആകാശത്തോട്ട് വെടിവെച്ചാലും കണക്ക് കൊടുക്കണം, വെടിയുണ്ടയ്ക്ക് കണക്ക് കൊടുക്കണം. നീ ഇവിടുന്ന് പോയപ്പോൾ എത്ര ഉണ്ടയുണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ ഈ ഉണ്ടയല്ല എവിടെ, ഞാൻ ആരെയും കൊന്നില്ല. ചോദ്യം അതല്ല, എവിടെ വെടിയുണ്ട എവിടെ, അത് ആകാശത്തോട്ടാണ് വെടിവെച്ചത്, ആക്കും വെടിവെച്ചല്ല, അതൊന്നുമല്ല ചോദ്യം. വെടിയുണ്ട എവിടെയാണ്? ശക്തി ഉപയോഗിക്കുവാൻ അധികാരമില്ലാത്തവർ ശക്തി ഉപയോഗിച്ചാൽ തിരിച്ചടിയും അതിൻ്റെ ആഘാതവും ഉണ്ടായിരിക്കും. ഇഫ് യു യൂസ് പവർ വിത്തൗട്ട് ദി അതോറിറ്റി, then you have to pay its price. There will be backlashes. അതുകൊണ്ട് അധികാരത്തോടുകൂടെ നമ്മൾ ശക്തി കൈകാര്യം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവ് ചില അധികാരങ്ങൾ നൽകി. എന്താണ് അധികാരം നൽകിയത്? ഒന്ന്, അവൻ്റെ മക്കളാകുവാൻ അധികാരം നൽകി. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരു ഭവനത്തിൽ പാർക്കുന്നവരുണ്ടെങ്കിൽ, unless you become a part of the system, you have no authority. ഞാനൊരു ഭവനത്തിൽ ഒരു മകനായി, ഒരു പിതാവായി, ഒരു ഭർത്താവായി, ഒരു സഹോദരനായി ഒരു ഭവനത്തിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് ആ ഭവനത്തിൽ ചില അധികാരങ്ങളുണ്ട്. എൻ്റെ മാതാവും പിതാവും പാർക്കുന്നത് ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ അകലെ. ആ വീട്ടിൽ ഞാൻ ചെന്നാൽ ഐ ഹാവ് സർട്ടൻ അതോറിറ്റീസ് ദെയർ. അവിടെ ചില അധികാരങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ട് അകത്തോട്ട് വാതിൽ തുറന്ന് കയറി ചെന്നാൽ, നീ ആരാടാ, എന്തിനാടാ ഇവിടെ കയറി വന്നത്, ആരുടെ പെർമിഷനോടെ വന്നത്, ആരും ചോദിക്കത്തില്ല. ഐ ഹാവ് ദി അതോറിറ്റി ടു സ്റ്റെപ്പ് ഇൻ ടു മൈ ഹൗസ്. അതേസമയം വഴിയെ പോയി ഒരുത്തൻ കയറിപ്പോയപ്പോൾ ആരും ചോദിച്ചില്ല, ഞാനും കയറി പോകാമെന്ന് പറഞ്ഞു വന്നാൽ സെക്യൂരിറ്റി മുതൽ വീട്ടുകാർ വരെ, ചർച്ചുകാർ വരെ ചോദിക്കും, ആരായി അകത്തോട്ട് കയറി വന്ന കാര്യം. യു ഹാവ് നോ അതോറിറ്റി ടു എൻറ്റർ ഇൻ ടു ദ ഹൗസ്. ഞാൻ ആ ഭവനത്തിൽ മകൻ എന്ന സ്ഥാനത്ത് എനിക്ക് പല അധികാരങ്ങളുണ്ട്. പക്ഷേ ആ ഭവനത്തിൽ കയറി ചെന്ന് എൻ്റെ പിതാവ് അവിടെ ഉള്ളപ്പോൾ എൻ്റെ അപ്പൻ്റെ അധികാരം എനിക്കെടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ എം എ പാർട്ട് ഓഫ് ദ സിസ്റ്റം. ഐ അണ്ടർസ്റ്റാൻഡ് ഹു ഐ ആം. അതിനനുസരിച്ചുള്ള അധികാരങ്ങൾ എനിക്കുണ്ട്. ഞാൻ പാർക്കുന്ന ഭവനത്തിൽ ഐ ആം ദ ഫാദർ, ഐ ആം ദ ഹസ്ബൻഡ്. എനിക്ക് ബൈബിൾ പറയുന്നത് പോലെ ഐ ആം ദ ഹെഡ് ഓഫ് ദ ഹൗസ്. ആ ഭവനത്തിൻ്റെ തലയാണ്. അവിടെ വെച്ച് എനിക്ക് മറ്റു ചില അധികാരങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൈ അതോറിറ്റി ഇസ് വെരി ഡിഫറെൻറ്റ്.
എൻ്റെ സഹോദരൻ പാർക്കുന്ന ഭവനത്തിൽ ഞാൻ കയറി ചെല്ലാം. ഐ ക്യാൻ ഗോ ഇൻ എനി ടൈം, ഐ ക്യാൻ ഗോ ഇൻ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അധികാരത്തിൻ്റെ പരിമിതികളുണ്ട്. ബിക്കോസ് ഹീസ് മൈ ബ്രദർ, ഐ ഹാവ് ആക്സസ്, ഐ ഹാവ് അതോറിറ്റി. എങ്കിലും അവിടെ കയറി ചെന്നാൽ ഐ ഹാവ് മൈ ഓൺ ലിമിറ്റേഷൻസ്. ഏത് അളവിൽ നമ്മളെ ഏത് സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നോ അതിനനുസരിച്ച് അധികാരത്തിൻ്റെ മാറ്റങ്ങളുണ്ട്. ഇന്ന് ചിലർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ദൈവരാജ്യത്തിൽ കർത്താവ് തരും, ചില പ്രൊമോഷൻസ് കർത്താവ് തന്നിരിക്കും. ആ ഗ്രാഹ്യം തിരിച്ചറിയുമ്പോൾ, അടുത്ത പോയിന്റ് പറയുമ്പോൾ അത് മനസ്സിലാകും. ചിലരുടെ നിങ്ങൾ ദൈവരാജ്യത്തിൽ, നിങ്ങൾ സഭയിൽ എന്ത് സ്ഥാനത്തായിരിക്കുന്നു അതിനനുസരിച്ച് അക്കോർഡിംഗ് ടു യുവർ റാങ്കിങ്, അക്കോർഡിംഗ് ടു യുവർ പൊസിഷൻ, അക്കോർഡിംഗ് ടു യുവർ റെസ്പോൺസിബിലിറ്റി, ചുമതലകൾക്കനുസരിച്ച് അധികാരത്തിൻ്റെ തലങ്ങൾക്ക് മാറ്റങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായിരുന്നു ഒന്നാമത്തെ. ലെജിറ്റിമേറ്റ്, ഇറ്റ് ഹാസ് ടു ബി ഗിവൺ, നോട്ട് ടേക്കൺ. അധികാരം നൽകപ്പെട്ടാൽ മാത്രമേ അധികാരം പ്രാപിക്കുകയുള്ളൂ. ഇറ്റ് കനോട്ട് ബി ടേക്കൺ. ഐ ജസ്റ്റ് റീഡ് ദിസ് വൺ ലൈൻ ഫോർ യു പ്ലീസ്. ദയവായി ശ്രദ്ധിക്കണം. അതോറിറ്റി ഗിവ്സ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുവാൻ അധികാരമുള്ളവന് ശക്തിയുണ്ട്. ലെറ്റ് ഇറ്റ് സിങ്ക് ഇൻ ടു യുവർ ഹാർട്ട്. അധികാരത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഗിവ്സ് യു ദ പവർ ടു ടേക്ക് ഡിസിഷൻസ്. തീരുമാനങ്ങൾ എടുക്കുവാൻ അധികാരമുള്ളവന് ശക്തിയുണ്ട്. അതോറിറ്റി ഗിവ്സ് യു ദ പവർ ടു ഇഷ്യൂ ഓർഡേഴ്സ്. ചില കാര്യങ്ങൾ കൽപ്പിക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ, കൽപ്പിക്കുവാൻ, ടു എൻഫോഴ്സ് ഇറ്റ്, അതിനെ പ്രാവർത്തികമാക്കുവാൻ. വെൽ, അത്രയും മാത്രമേ വായിക്കുന്നുള്ളൂ. ബാക്കി വായിച്ചാൽ ഓവർലോഡ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ ആം നോട്ട് ഗോയിങ് ടു റീഡ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. അതോറിറ്റി ഗിവ്സ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ്. ദൈവം ദൈവരാജ്യത്തിൽ, ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ, ദൈവത്തിൻ്റെ സഭയിൽ ഒരു സ്ഥാനത്താക്കി കഴിഞ്ഞാൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം നമ്മുടെ കരങ്ങളെ അധികാരപ്പെടുത്തും. 3, there is great responsibility with authority. Authority is accompanied by responsibility for decisions and actions. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്താൽ, ഒരു ആക്ഷൻ, പ്രവൃത്തി ഞാൻ ചെയ്താൽ, ഏതെങ്കിലും ഒരു തീരുമാനം ഞാൻ എടുത്താൽ അതിനെക്കുറിച്ച് ചുമതല, there is a responsibility. ഞാൻ ചിലപ്പോൾ കണക്ക് കൊടുക്കേണ്ടി, അക്കൗണ്ടബിലിറ്റി അടുത്ത ആഴ്ച പറയാം. അക്കൗണ്ടബിലിറ്റി, കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഒരു പ്രവൃത്തി ചെയ്താൽ ഐ എം ആൻസറബിൾ ടു ദ ചർച്ച്. ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഇവിടുത്തെ കമ്മിറ്റി, ഇവിടുത്തെ ചർച്ച്, ഐ എം അക്കൗണ്ടബിൾ. പണ്ടൊരിക്കൽ my dad was in the armed forces. അതിനുശേഷം പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സഭാ ശുശ്രൂഷയിൽ വന്നപ്പോൾ my dad never wanted to take a salary. ശമ്പളം വാങ്ങിക്കാൻ, ചർച്ചിൽ നിന്ന് ശമ്പളം വാങ്ങിക്കത്തില്ല. എൻ്റെ സ്വന്തം ചെലവിൽ ഞാൻ ജീവിക്കും. ഐ വിൽ നോട്ട് ടേക്ക് എനി സാലറി ഫ്രം ദ ചർച്ച്. ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം. ഐ ഡോണ്ട് വാണ്ട് മണീസ്. 2, ആൾക്കാർ ഒരു ഓഫറിംഗ് കൊണ്ടു കൊടുത്താൽ he would say no, I don't want any offering. നിൻ്റെ കാശ് എനിക്ക് വേണ്ട. അങ്ങനെ ആ ഒരു അരഗൻറ്റ് ഭാഷയിലല്ല, പക്ഷേ നോ, ഐ വിൽ നോട്ട് അക്സെപ്റ്റ് എനി ഓഫറിങ്സ് ഫ്രം എനി വൺ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സ്പിരിച്വൽ മെൻറ്റേഴ്സ്, അന്ന് ഞങ്ങളെ ഗൈഡ് ചെയ്ത സ്പിരിച്വൽ മെൻറ്റേഴ്സ്, കോവൂരപ്പച്ചനും അമ്മച്ചിയും വന്നിട്ട് പറഞ്ഞു, നോ, നീ സാലറി വാങ്ങിക്കണം, നീ ആൾക്കാർ കൊടുക്കുന്ന ഓഫറിങ് വാങ്ങിക്കണം. വി സെഡ് നോ, വി കാണ്ട് അക്സെപ്റ്റ് ഇറ്റ്. പറഞ്ഞു പല കാരണങ്ങൾ. നമ്പർ 1, നിൻ്റെ ഈഗോ അല്പം താണേ പറ്റത്തുള്ളൂ. 2, നീ ഒറ്റ രൂപ സഭയിൽ നിന്ന് വാങ്ങിച്ചാൽ, നീ ഒറ്റ രൂപ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ, യു സഡൻലി ബിക്കം ദെയർ സെർവൻസ്. നിങ്ങൾ അവരുടെ ശുശ്രൂഷകന്മാരാകും, നിങ്ങൾ അവരുടെ വേലക്കാരാകും. പിന്നെ അവർക്ക് നിങ്ങളെ ചോദ്യം ചെയ്യുവാൻ അധികാരമുണ്ട്. നോട്ട് ഇൻ എ സെൻസ് ഓഫ് അരഗൻസ്, പക്ഷേ അക്കൗണ്ടബിലിറ്റി. ഞാൻ ശമ്പളം വാങ്ങിക്കാതെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് വരണം, ഞാൻ 11 വരത്തുള്ളൂ. നീ ചോദിക്കാൻ ആരാ? ഞാൻ നിൻ്റെ ശമ്പളത്തിലൊന്നുമല്ല ജീവിക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പം മനസ്സില്ല, എനിക്ക് സൗകര്യമില്ല, പ്രാർത്ഥിക്കത്തില്ല. പക്ഷേ when there is something that is received, you become the servant of others. മറ്റുള്ളവരുടെ ദാസന്മാരാണ്. അന്ന് ഞങ്ങളോട് പറഞ്ഞു, ഡാഡിയോട് പറഞ്ഞു, നീ ശമ്പളം വാങ്ങിക്കണം, നീ സ്തോത്രാഴ്ച അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ there was a drastic change. Accountability, submissiveness, servanthood, servant leadership. ഇനി പറയാൻ വരുന്നതിൻ്റെ ആശയം, അധികാരമുള്ളവർ ചുമതലയില്ലാത്തവരല്ല. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റോ പ്രൈം മിനിസ്റ്ററോ ആയിരിക്കും, ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കും, ഭവനത്തിൽ ഒരു പിതാവോ മാതാവോ ആയിരിക്കും. അധികാരമുണ്ടോ? ദർ ഇസ് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ചിലർ കണക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഒരു കൊച്ചനെ അപ്പൻ എടുത്തിട്ട് അടിച്ചു, ശരിക്കടിച്ചു. മനസ്സിൻ്റെ അകത്തെ കോപം ശമിക്കുന്നിടം വരെ എടുത്തിട്ട് അടിച്ചു. വല്ലാതെ അടിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞൊത്തിരി കരഞ്ഞു.
അതിനുശേഷം അപ്പനും പ്രയാസം തോന്നി. അപ്പൻ വന്ന് കുഞ്ഞിനോട് ചോദിച്ചു, കുഞ്ഞ് ഞാൻ നിന്നെ എന്തിനാ അടിച്ചതെന്ന് നിനക്കറിയാമോ? അപ്പോൾ അപ്പൻ ഓർത്തത് പറയും, ശരിയാ, ഞാനിങ്ങനെ വേണ്ട അനുസരണക്കേട് കാണിച്ചു, ഞാൻ തെറ്റ് കാണിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്ര അടിച്ചത്, ഇനി ഞാൻ ഒരിക്കലും തെറ്റ് കാണിക്കത്തില്ല എന്നൊക്കെ പറയുമെന്ന പിതാവ് ഓർത്തത്. പക്ഷേ കുഞ്ഞ് തിരിഞ്ഞൊരു മറുപടി പറഞ്ഞു, എന്നെ ഇത്ര എടുത്തിട്ട് അടിച്ച എന്താണെന്ന് എനിക്കറിയാം, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എന്നെ ഇതുപോലെ അടിച്ചെന്ന്. ഒരളവിൽ അതിൻ്റെ അകത്തൊരു യാഥാർത്ഥ്യമുണ്ട്. ചോദിക്കാനും പറയാനും ആരുമില്ല, ആരോടും കണക്ക് വരേണ്ട ആവശ്യമില്ല, ഇഷ്ടം പോലെ എടുത്തിട്ട് തല്ലാം എന്ന മനസ്സിൻ്റെ അകത്തൊരു വിചാരമുള്ളതുകൊണ്ടല്ലോ എന്നെ അങ്ങനെ ഇട്ടടിച്ചെന്ന്. എനിവേയ്സ്, മാതാപിതാക്കൾക്കും അധികാരമുണ്ടെങ്കിൽ ചുമതലയുണ്ട്. ആസ് എ ചർച്ച് ലീഡർ നമ്മൾക്കൊരു അധികാരമുണ്ടെങ്കിൽ ചുമതലയുമുണ്ട്. വി ആർ അക്കൗണ്ടബിൾ. മറുപടികൾ പറയേണ്ടിടത്ത് മറുപടികൾ പറയേണ്ടി വരും. ചോദ്യങ്ങൾ ഉയർന്നാൽ താഴ്മയിലും സ്നേഹത്തിലും ഉയരുന്ന ചോദ്യങ്ങൾക്ക് താഴ്മയിലും ഉയരത്തിലും മറുപടികൾ പറയേണ്ടത് ഏതൊരു നേതാവിൻ്റെയും ചുമതലയാണ്. അധികാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില തലങ്ങളാണ് പറഞ്ഞു വരുന്നത്. കാര്യം ഇത് ദൈവരാജ്യവും സഭയും ആത്മമണ്ഡലത്തോടുമുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ ഈ പറയുന്ന വാക്കുകൾ അണ്ടർലൈൻ ഇട്ട് ചെയ്തതാണ്. കാര്യം ഇവിടെ ഇരിക്കുന്ന ചിലർ അസാധാരണ അധികാരങ്ങൾ ഉപയോഗിക്കാൻ പോകുകയാണ്. ആൻഡ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ്, ഗ്രഹിക്കാതെ, ഇതിനെക്കുറിച്ച് അറിവില്ലാതെ അധികാരങ്ങൾ ഉപയോഗിച്ചാൽ ദെൽ ബി ടെറിബിൾ ബാക്ക്ലാഷസ്. വല്ലാത്ത തിരിച്ചടി ഉണ്ടാകും അധികാരത്തെ ദുരുപയോഗം ചെയ്താൽ. സോ ഞാൻ 12 കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അതോറിറ്റി, അധികാരത്തിൻ്റെ 12 വ്യത്യസ്ത വശങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി പറയും. നമ്പർ 1, ഇറ്റ് ഹാസ് ടു ബി ലെജിറ്റിമേറ്റ്. അതിന് ആധികാരികത ഉണ്ടാകണം. ഇറ്റ് ഹാസ് ടു ബി ഗിവൺ, നോട്ട് ടേക്കൺ. ഞാൻ ഉപയോഗിച്ച ഉദാഹരണം കർത്താവായ യേശു പോലും പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കാൽവറി ക്രൂശിൽ കയറി പിശാചിൻ്റെ തലക്കിട്ട് ഒരു കൊട്ടും കൊടുത്ത് ചവിട്ടി അതിനെ ശരിയാക്കിയിട്ട് ഞാൻ ഇതാ അധികാരം മൊത്തം പിടിച്ചെടുത്ത നല്ല കർത്താവ് പറഞ്ഞത്, അധികാരം എനിക്ക് ഉയരത്തിൽ നിന്നും സ്വർഗത്തിൽ നിന്നും നൽകപ്പെട്ടിരിക്കുന്നു. ഐ ഹാവ് അതോറിറ്റി വിച്ച് കംസ് ഫ്രം ദ സോഴ്സ് ഓഫ് ഓൾ അതോറിറ്റി. സകല അധികാരങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നതാണ്. ഇറ്റ് ഹാസ് ടു ബി ഗിവൺ, നോട്ട് ടേക്കൺ. 2, അതിൻ്റെ അകത്ത് കൽപ്പിക്കുവാനുള്ള ഒരു ശക്തി അധികാരത്തിലുണ്ട്. കൽപ്പിച്ചാൽ അതുപോലെ സംഭവിച്ചിരിക്കും. 3, അധികാരമുള്ളവർക്ക് ചില ചുമതലകളുണ്ട്, കണക്ക് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ കുറച്ചും കൂടെ വരുന്ന ആഴ്ചകളിൽ പറയാം. ഇതേ ആശയങ്ങളുടെ കുറച്ചും കൂടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പറയാം. നൗ ലെറ്റ്സ് വിത്ത് ദിസ് ബാക്ക്ഡ്രോപ്പ്, ഈ ഒരു കാഴ്ചപ്പാടോടുകൂടെ അധികാരത്തിൻ്റെ ചില തലങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട്, 2, ആത്മാവിനെ പുറത്താക്കിയില്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ല. അതുകൊണ്ട് ആത്മാക്കളുടെ മേലുള്ള അധികാരം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കി മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 36 മുതൽ 41 വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്നും ഭാഗമായി ഘട്ടം ഘട്ടമായി വായിച്ച് വളരെ ചുരുക്കത്തിൽ വേഗത്തിൽ ഓടുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടിരുന്നാലും. ആൻഡ് ലീവിങ് ദ ത്രോങ്, പുരുഷാരത്തെ വിട്ട് തിക്കിത്തിരക്കുന്ന പുരുഷാരത്തെ പിൻപിലാക്കി. ഇതിൻ്റെ അകത്തും ഞാനൊരു കാര്യം പറയട്ടെ, തിക്കിത്തിരക്കുന്ന പുരുഷാരത്തിന് അധികാരത്തിൻ്റെ പ്രദർശനങ്ങളും കൈമാറ്റങ്ങളുമില്ല. മെനി പീപ്പിൾ ആർ നൈവ് പീപ്പിൾ. പലരും ഒട്ടും വിവരമില്ലാത്തവരാണ്. വിവരമില്ലാത്ത ജാതി, ഒട്ടും ബുദ്ധിയില്ലാത്ത ജാതി. അവനെ ക്രൂശിക്കുക എന്ന് ശബ്ദമുയർത്തി വിളിച്ചു പറഞ്ഞ ഇസ്രായേൽ ജനത്തെ പോലെ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആൾക്കാർ ഒരു യാഥാർത്ഥ്യമാണ്. തിക്കിത്തിരക്കുന്ന പലതിനും ബുദ്ധിയില്ലാത്തവര്. ലീവിങ് ദ ത്രോങ്, തിക്കിത്തിരക്കുന്നതിനിടയിൽ ശക്തി ചോർത്തിയെടുക്കുവാൻ കഴിയുന്ന ആവശ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ. പലരും വന്നത് അപ്പം തിന്നുവാൻ, പലരും വന്നത് അത്ഭുതം കാണുവാൻ, പലരും വന്നത് വായിൽ നിന്ന് വരുന്ന പഠിപ്പീരുകൾ കേൾക്കുവാൻ. അങ്ങനെ തിക്കിത്തിരക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ ശക്തി ചോർത്തിയെടുക്കുവാനും അധികാരങ്ങൾ പ്രാപിക്കുവാനും കഴിയുന്ന ചുരുക്കം ചിലരുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിൽ ഒരു വ്യക്തി നിങ്ങളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്നതിനകത്തിരിക്കുന്ന എല്ലാവരും തീരുമാനിക്കണം. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി വന്ന് ഏതാണ്ട് കേട്ടിട്ട് പോകുവാൻ, ഏതാണ്ട് മനസ്സിലാക്കിയിട്ട് പോകുവാൻ, ഏതാണ്ട് ഗ്രഹിച്ചിട്ട് പോകുവാൻ മാത്രമല്ല, നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ ചില കൈമാറ്റങ്ങൾ കരങ്ങളിൽ പ്രാപിച്ചവരായി മടങ്ങിപ്പോകണം. ഐ റിപ്പീറ്റ്, ശ്രദ്ധിച്ചു കേൾക്കണം. അധികാരത്തെക്കുറിച്ച് ഒത്തിരി പോയിന്റ് പഠിച്ചു. ഇനി മറ്റൊരിടത്ത് പോയി പ്രസംഗിക്കുവാൻ, പഠിപ്പിക്കുവാൻ എനിക്ക് കുറേ കണ്ടന്റ് കിട്ടി. നോ, കുറെ അറിവോടുകൂടെ മടങ്ങിപ്പോകുവാനല്ല. ഇതിൻ്റെ അകത്തുനിന്ന് മടങ്ങിപ്പോകുമ്പോൾ ചില കയ്യിൽ ചില അധികാരങ്ങൾ ഉണ്ടായിരിക്കണം. പിശാചേ മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുവാനുള്ള അധികാരം ചിലതിൻ്റെ കയ്യിൽ പ്രാപിച്ചിരിക്കണം. ഹേ രോഗമേ വിട്ടുമാറ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ ഡിറ്റാച്ചായി, അതിൻ്റെ ശക്തികൾ ഡിറ്റാച്ചായി മാറുന്നത് പോലെ രോഗശക്തികളുടെ മേൽ അധികാരമുള്ള ചിലർ ഇതിൻ്റെ അകത്ത് വരണം. ദാരിദ്ര്യത്തിൻ്റെ ആത്മാവെ പുറത്തുപോ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിന് ഭവനത്തിൽ തുടരുവാൻ കഴിയാത്തതുപോലെ ദാരിദ്ര്യത്തിൻ്റെ ആത്മാക്കളുടെ മേൽ അധികാരമുള്ളവരായി കാറ്റെ അടങ്ങൂ എന്ന് പറഞ്ഞാൽ കാറ്റടങ്ങുന്നത് പോലെ അധികാരത്തിന്റെ കൈമാറ്റം പ്രാപിച്ചവരായി ചിലർ ഇന്നിതിൻ്റെ അകത്ത് മടങ്ങിപ്പോകും എന്ന് ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ, അത് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. കാറ്റും കടലും
ഇവളുടെ വാക്കിന് കീഴടങ്ങുന്നു. ഇവൻ ഇവൾ എന്ന് നിങ്ങളെക്കുറിച്ച് ഒരു ശബ്ദം ഉയരുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ അധികാരത്തിന് കൈമാറ്റങ്ങൾക്കായി ചില കർത്താവിനോട് അടുത്തിരിക്കട്ടെ. പുരുഷാരത്തെ ലീവിംഗ് ദ ത്രോങ്, പുരുഷാരത്തെ പിൻപിൽ മാറ്റി. They took with him just as he was. അവനായിരുന്നത് പോലെ, പടകിലായിരുന്നല്ലോ കർത്താവ്. ഇൻ ദ ബോട്ട് ഇൻ വിച്ച് ഹി വാസ് സിറ്റിംഗ്, കർത്താവ് ആയിരുന്ന ആ പടകിൽ കർത്താവിനെയും കൊണ്ട് അവർ പുറത്തോട്ട് അങ്ങ് പോയി. They started going to the other side. കാര്യം കർത്താവ് പറഞ്ഞു അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് അക്കരയ്ക്ക് പോയി. Other boats were with him and other boats were with him. മറ്റുള്ള പടകുകളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. Now listen to this. And a furious storm of wind, ഒരു ഭയങ്കരം ചുഴലിക്കാറ്റെന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഫ്യൂരിയസ് സ്റ്റോം ഓഫ് വിൻഡ്, ഒരു ഭയങ്കര കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, whatever, ഓഫ് ഹറിക്കേൻ പ്രൊപ്പോർഷൻ, അത് അസാധാരണ ബലത്തോടുകൂടെ ഇറ്റ് അറോസ്, അത് ഉയരുവാനിടയായി. ഫ്യൂരിയസ് വിൻഡ്, ഒരു ഭയങ്കരം കൊടുങ്കാറ്റ് എന്ന് പറയുന്ന കാറ്റെന്ന വാക്ക്, വാട്ട് ഡസ് ഇറ്റ് സിഗ്നിഫൈ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ യേശു പറഞ്ഞു കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ദ വിൻഡ് ബ്ലോസ് വെയർ ഇറ്റ്സ് ലിസ്റ്റഡ്, അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് അത് വീശുന്നു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവും ഇഷ്ടമുള്ളിടത്തൊക്കെയും വീശും. കാറ്റ് എന്നുള്ള വാക്ക് ഇറ്റ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻവാരിയബിളി സിഗ്നിഫൈസ് എ സ്പിരിച്വൽ പ്രസൻസ്. അവർ കൂടി വന്നിരുന്നിടത്ത് 120 പേർ കൂടി വന്നിരുന്ന മർക്കോസിന്റെ മുറിക്കകത്ത് ഒരു കൊടുങ്കാറ്റ് വീശുന്ന ശബ്ദം അവർ കേട്ടു. They heard the voice of a powerful wind, ശക്തമായൊരു കാറ്റിൻ്റെ ശബ്ദം. കാര്യമെന്ത്? പരിശുദ്ധാത്മാവിൻ്റെ കാറ്റിൻ്റെ ശബ്ദം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, അല്ലെങ്കിൽ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം എന്നതുപോലെ ശബ്ദം. കാറ്റ് എപ്പോഴും ഒരു ആത്മാവിനെ പ്രദർശിപ്പിക്കുന്നത്. Now this verse, of course, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലായതുകൊണ്ട്, ഫിസിക്കൽ കോണ്ടെക്സ്റ്റിലായതുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്തുണ്ടെങ്കിലും, I'm going to come to a place where you will see suddenly that it's beyond what meets the eye. നമ്മളുടെ മുകൾ പരപ്പിൽ കാണുന്ന ആശയങ്ങൾക്ക് മീതെ ഇതിൻ്റെ അകത്ത് ചില ആഴമേറിയ ആത്മീയ ഡെമെൻഷൻസ്, ആഴമേറിയ ആത്മീയ തലങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ സാധിക്കും. And in the coming, as we read further, furious storm of wind, ഭയങ്കരം ഒരു കൊടുങ്കാറ്റ് അതിൻ്റെ അകത്ത് അടിച്ചു. And we've been to the Sea of Galilee. ഞങ്ങൾ ഗലീല കടൽ ആ ഏരിയയിൽ പോയിട്ടുണ്ട്. ആക്ച്വലി കടൽ എന്ന് പറയുന്നത്, I was very surprised. അവിടെ ചെന്ന് കാണുന്നവർക്കറിയാം അതിനേക്കാൾ വലിയ ലേക്സ് ഉണ്ട്. There are 5 great lakes in Canada. ഞാൻ ആ കാനഡയിലുള്ള 5 ലേക്സ് കണ്ടിട്ടുണ്ട്. അത് കടൽ പോലെ ഇരിക്കും, തിരമാലകൾ വരെയുണ്ട്. There are even waves there, തിരമാലകൾ പോലുമുണ്ട്. പക്ഷേ ഗലീല കടലിൽ ചെന്നാൽ അപ്പുറയുള്ള ആൾക്കാരെ വരെ കാണാം. ശരിക്കും നോക്കിയാൽ പ്രത്യേകിച്ച് ഒരു ബൈനാക്കുലറും കൂടെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് അപ്പുറം നിൽക്കുന്നവരെ കാണാം. You can see the other side of the Sea of Galilee. ഞാൻ അവരോട് ചോദിച്ചു, അതിനെ കൊണ്ട് ഗൈഡ്സിനോട് പറഞ്ഞു, ഇറ്റ്സ് വെരി വെരി ഡിസ്റ്റർബിങ്. കാര്യം ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ലേക്ക് എന്നാണ് വിളിക്കുന്നത്, ഇതിനെ ഇവിടെ കടലെന്ന് വിളിക്കാൻ കാര്യം എന്താ? അന്നേരം അവർ പറഞ്ഞു, ഇങ്ങനെ ബൈബിൾ എഴുതിയ കാലത്ത് ആകെപ്പാടെ നദിയും കടലും എന്ന് 2 പ്രയോഗങ്ങളെ ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇനി ഐ ആം നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻടു ദാറ്റ്. പക്ഷേ അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് കൊടുങ്കാറ്റ് വീശുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സ്റ്റോം ഇൻ എ ടീ കപ്പ്. ഒരു ചായപാത്രത്തിൻ്റെ അകത്ത് കൊടുങ്കാറ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ ഇഡിയം, ഇറ്റ്സ് എ ഫ്രേസ്. അതൊരു ഫ്രേസാണ്. അതിൻ്റെ അകത്ത് ചായ കുടിക്കുന്ന കപ്പിൻ്റെ അകത്ത് ഒരിക്കലും കൊടുങ്കാറ്റ് വീശാറില്ല. സ്റ്റോം ഇൻ ദ ടീ കപ്പ് എന്ന് പറയുന്ന ആശയം പ്രദർശിപ്പിക്കാനുള്ളൊരു വാക്കെന്നേ ഉള്ളൂ. എങ്കിലും അതുപോലൊരു ആശയം എവിടെ വരുന്നത്? There was a storm, a furious storm of wind, and that in this Sea of Galilee, ഈ ഗലീല കടലിൽ. In a way, in reality, yes, അവിടുത്തെ ജിയോഗ്രഫി അങ്ങനെ. ഞാൻ ന്യൂ ഹാംഷറിൽ 2001 ഫ്ലൈയിങ് ക്ലാസ്സിന് പോയി ചില നാളുകൾ. ഒരു 3 മാസം ഞാനവിടെ ഫ്ലൈയിങ് ക്ലാസ് ചെയ്തു. സെസ്ന 310, സെസ്ന 160 പല എക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ചില ടെറൈൻസിൽ ചെല്ലുമ്പോൾ പറപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില ടെറൈൻസിൽ ചെല്ലുമ്പോൾ പ്ലെയിൻ അതിൻ്റെ യോക്ക് എത്ര പിടിച്ചാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്ലെയിൻ കൺട്രോൾ ചെയ്യാൻ. കാര്യം താഴെ 3000 അടി ഇല്ലെങ്കിൽ 1000 അടി താഴെ അവിടുത്തെ ടെറൈൻ അല്പം മൗണ്ടനസ്, അല്പം പർവ്വതങ്ങളുള്ള ടെറൈൻ ആണെങ്കിൽ പ്ലെയിൻ പറപ്പിക്കാൻ ഭയങ്കര ടർബുലൻസ് ആയിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ജിഷയും ക്വീൻസ് ടൗൺ ഏരിയയിൽ ന്യൂസിലൻഡിൽ പോയി. അവിടെ ചെന്നപ്പോൾ ക്വീൻസ് ടൗണിൽ ലാൻഡ് ചെയ്യുന്നത് ഒരു ഭയങ്കര പർവ്വതങ്ങളുടെ നടുവിൽ കൂടെ. ആൻഡ് ഇറ്റ്സ് എ വെരി സ്കിൽഫുൾ ആയിട്ടുള്ള പൈലറ്റ്സിന് മാത്രമേ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം അതുപോലത്തെ ഒരു ടെറൈനാണ്.
ടെറൈൻ അനുസരിച്ച് കാലാവസ്ഥ മാറും. സീ ഓഫ് ഗാലിലി അങ്ങനൊരു ടെറൈനിൽ അതിൻ്റെ അകത്ത് കൊടുങ്കാറ്റ് വീശുന്ന ഒരു പതിവുണ്ട്, ഫിസിക്കലി സ്പീക്കിംഗ്. എങ്കിലും ഇവിടെ ഞാൻ സ്പിരിച്വലി ആത്മീയമായിട്ട് ഇതിനെ വിവേചിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയമായിട്ട് വിവേചിക്കുമ്പോൾ ഇത്രയും ചെറിയൊരു ഏരിയയിൽ ഇങ്ങനൊരു കൊടുങ്കാറ്റ് വരുന്നതിൻ്റെ പിൻപിൽ ഡെഫിനറ്റ്ലി അതിനൊരു ഫിസിക്കൽ എലിമെൻറ്റ്, ഒരു ഭൗതിക വശം ഉണ്ടെങ്കിലും ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മീയമായിട്ട് ഇതിനെ വിവേചിക്കട്ടെ. ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ചില കൊടുങ്കാറ്റുകൾ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചില ആത്മാക്കൾ ഉള്ളതാണ് ചില പ്രശ്നങ്ങൾക്ക് ദീർഘായുസ് നൽകുന്നത്. ചില certain spirits are the reason for the longevity of your problems, failures, depressions, sickness, disease, poverty. പലതിൻ്റെയും പിൻപിൽ, പല ഒബ്സ്റ്റിക്കിൾസ് അതിൻ്റെയും പിൻപിൽ, അതിന് ദൈർഘ്യം, അതിന് ദീർഘായുസ് നൽകുന്നതിൻ്റെ പിൻപിൽ ചില കാറ്റുകൾ, ചില ആത്മാക്കളുണ്ട്. ഇവിടെ അങ്ങനൊരു തലത്തിൽ പറയട്ടെ, there was a furious storm of wind of hurricane proportions that arose. ഒരു കാറ്റുണർന്നു. And the waves kept beating into the boat. വെള്ളമെല്ലാം പൊക്കിയെടുത്ത് പടകിൻ്റെ അകത്തേക്ക് കൊണ്ടിടുന്ന ഒരു ഭയങ്കര കൊടുങ്കാറ്റ്. ആൻഡ് കടലെന്നും വെള്ളമെന്നും ഒക്കെ പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ദൈവവചനത്തെക്കുറിച്ച് ഗ്രാഹ്യമുള്ളവർക്ക് മനസ്സിലാകും, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ, ജനത്തെക്കുറിച്ച് ഒരു പാരബിൾ ഇല്ലെങ്കിൽ ഒരു ഉപമ എന്നതുപോലെ, ഒരു സാദൃശ്യം എന്നതുപോലെ പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് പീപ്പിൾ അഗൈൻ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വെളിപ്പാടുകൾ എടുത്താൽ കടലിൽ നിന്നും സമുദ്രത്തിൽ നിന്നും ഒരു മൃഗം കയറി വരുന്നു. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം കടൽ എന്നുള്ളത് ആൾക്കാരെ കാണിക്കുന്നത്. ആ കാലത്ത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഇറ്റ് വാസ് കിങ്സ് ഹു റൂൾഡ്. അത് രാജ്യങ്ങൾ ഭരിക്കുന്നത് രാജാക്കന്മാരാണ്. അതിൻ്റെ ഇടയിൽ ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഡെമോക്രസി അറിയാൻ വയ്യാത്തവരുടെ ഇടയിൽ ഡെമോക്രസി എന്നുള്ളൊരു ആശയം പറയുവാൻ പോലും ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ, ഗ്രീക്ക് സിവിലൈസേഷൻ വരുന്നതിന് വളരെ മുൻപേ പ്രവചനത്തിൽ പറയുകയാണ് കടലിൽ നിന്നും ഒരു മൃഗം കയറി വന്നു. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം കടൽ എന്നുള്ളത് ജനത്തെ കാണിക്കുന്നത്. ഇറ്റ് ടോക്സ് അബൌട്ട് ദ പീപ്പിൾ, ഡെമോക്രസി. അതിൻ്റെ ഇടയിൽ നിന്നും ഒരു മൃഗം കയറി വന്നു. മൃഗം എന്നുള്ളത് ഇറ്റ് ഓൾവേസ് ടോക്സ് അബൌട്ട് ഗവൺമെൻറ്റുകളെ കുറിച്ച് പറയുന്നത്. കടലിൽ നിന്നും ഒരു മൃഗം കയറി വന്നു. a beast that came out of the seas. കടലിൽ നിന്നും കയറി വന്ന മൃഗം. ഇന്ന് പ്രോഫറ്റിക് സ്റ്റുഡൻസിന് മനസ്സിലാകും ഡെമോക്രസിയെക്കുറിച്ചും ആൾക്കാരുടെ ഇടയിൽ നിന്നും കയറി വരുന്ന ഗവൺമെൻറ്റുകളെക്കുറിച്ചുമാണ്. എന്ന് പറയുന്നത് പോലെ ഈ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞാൽ പറയട്ടെ, പടകിൽ വെള്ളം കയറുന്നത് പോലെ മുക്കിക്കളയുവാൻ വരുന്ന ശക്തികൾ, അത് കാറ്റടിച്ച് കടലിൽ നിന്നും വെള്ളത്തെ പടകിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത് പോലെ ഉള്ള ചില പ്രവൃത്തികൾ ഇവിടെ പറയുകയാണ്. അങ്ങനെ ചില പ്രവൃത്തികൾ നടന്നത് ഞാൻ പറയുമ്പോൾ I want to tell you something. ഇന്ന് ആദ്യത്തെ സർവീസിൽ പ്രാർത്ഥിച്ചു, രണ്ടാമത്തെ സർവീസിലും ഞാൻ പ്രാർത്ഥിക്കും. ജനത്തെ ഇളക്കി മറിച്ച്, ജനത്തെ കൊണ്ട് ആരവാരമിടിയിപ്പിച്ച്, ജനത്തെ കൊണ്ട് ശബ്ദമുയർപ്പിച്ച് കലാപങ്ങളും കലഹങ്ങളും സൃഷ്ടിക്കുവാൻ പിൻപിൽ പ്രവർത്തിക്കുന്ന ചില ദുർവ്യാപാര ശക്തികൾ കൊടുങ്കാറ്റുകൾ പോലെ അടിക്കുവാൻ നിൽക്കുന്നതിനെ സഭ രാജ്യത്തിനു വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്ത് ശബ്ദമുയർത്തി പറയും, കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാക്. കാര്യം എവിടെയോ പടകിനെ മുക്കിക്കളയുവാൻ കൊടുങ്കാറ്റുകൾ ഉണർന്ന് കാറ്റ് അടിപ്പിച്ച് ഹല്ലേലൂയ വെള്ളത്തെ പടകിൻ്റെ അകത്ത് കയറ്റി പടകിനെ മുക്കിക്കളയുവാൻ വരുന്ന സകല സാഹചര്യങ്ങളെ നോക്കി ഇന്ന് സഭ ശബ്ദമുയർത്തി പറയും, കാറ്റേ അടങ്ങ്. ചേർന്ന് പറയുവാൻ സാധിക്കുന്നവർ ജസ്റ്റ് സ്ലിപ്പ് അപ്പ് യുവർ വോയിസസ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ട് യേശുവിൻ്റെ നാമത്തിൽ കാറ്റേ അടങ്ങ്. ശബ്ദമുയർത്തി പറഞ്ഞു. കാര്യം ഓരോ വാക്കിൻ്റെ മുൻപിലും ദൈവത്തിൻ്റെ ദൂതന്മാർ ചലിച്ചിരിക്കും. ഓരോ വാക്കിൻ്റെ മുൻപിലും ദൈവശക്തി ചലിച്ചിരിക്കും. ഓരോ വാക്കിൻ്റെ മുൻപിലും ഫെയ്ത്ത്, വിശ്വാസം ആക്ടിവേറ്റഡ് ആകും. യേശു പറഞ്ഞ വാക്കുകൾ എന്ന് പ്രതിഫലിപ്പിക്കുവാൻ, എന്ന് ആവർത്തിക്കുവാൻ, എന്ന് ഏറ്റുപറയുവാൻ യേശുവിൻ്റെ സ്ഥാനാർത്ഥികളായി ചിലർ ഇതിൻ്റെ അകത്തുള്ളവർ ശബ്ദമുയർത്തി പറയട്ടെ, കാറ്റേ അടങ്ങ്, കാറ്റേ അടങ്ങ്, കാറ്റേ അടങ്ങ്. ഭാരതത്തിലുള്ള ദൈവസഭയെ മുക്കിക്കളയുവാൻ, ആലയങ്ങളെ ഇടിച്ചു കളയുവാൻ, ഹല്ലേലൂയ ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ, ദൈവജനത്തെ തകർത്ത് കളയുവാൻ, പടകിനെ മുക്കിക്കളയുവാൻ, ഹല്ലേലൂയ ജനത്തെ ഇളക്കുന്ന ഹല്ലേലൂയ വെള്ളങ്ങളെ പടകിൻ്റെ അകത്ത് കൊണ്ടുവന്ന് പടകിനെ മുക്കിക്കളയുവാൻ തക്കതുപോലെ ഉയരുന്ന കൊടുങ്കാറ്റുകളെ നോക്കി ഇന്ന് ദൈവത്തിൻ്റെ ജനം, ദൈവത്തിൻ്റെ സൈന്യം, ദൈവത്തിൻ്റെ സഭ ശബ്ദമുയർത്തി ചില വാക്കുകൾ പറയട്ടെ, കാറ്റേ അടങ്ങ്, കാറ്റേ അടങ്ങ്, കാറ്റേ അടങ്ങ്, കാറ്റേ അടങ്ങ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റിൻ്റെ ശക്തികൾ പോലെ വ്യാപരിച്ചു വന്ന കടലിൻ്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ പടകിനെ മുക്കിക്കളയുവാൻ വരുന്ന ചില കാറ്റിൻ്റെ ശക്തികളെ നോക്കി എന്ന് ചില സഹോദരി സഹോദരന്മാർ ശബ്ദമുയർത്തി പറയട്ടെ, കാറ്റേ അടങ്ങ്. Come on, come on. ശബ്ദമുയർത്ത്. Lift up your voice. Lift up your voice and say, peace be still. കാറ്റേ അടങ്ങ്, കാറ്റേ അടങ്ങ്. Peace be still. കാറ്റേ അടങ്ങ്. Hallelujah.
ലോജിക്കലി സ്പീക്കിംഗ്, യുക്തിപരമായി സംസാരിച്ചാൽ അത് മതിയായിരുന്നു. കാറ്റടങ്ങിക്കഴിഞ്ഞാൽ കടൽ സ്വതവേ ശാന്തമാകേണ്ടതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആത്മതലത്തിൽ ഞാൻ സംസാരിക്കുന്നത്. ആൻഡ് ഹി സെഡ് ടു ദ സീ, കടലിനോടും കർത്താവ് കൽപ്പിച്ചു. ഓ, കടൽ ഇത്ര നേരം ശാന്തമായിരുന്നു, കാറ്റടിച്ചപ്പോൾ കടൽ ഇളകി. കാറ്റിനോട് ശാന്തമാകുവാൻ കൽപ്പിച്ചാൽ അത് പോരായോ? ഇസ് ദാറ്റ് നോട്ട് സഫീഷ്യന്റ്? വൈ ഷുഡ് ദ ലോർഡ് ജീസസ് നൗ സ്പീക്ക് ടു ദ സീസ്? കടലിനോട് സംസാരിക്കേണ്ട ആവശ്യം എന്തോ? ദിസ് ഇസ് സ്പിരിച്വൽ ഡൈനാമിക്, ഒരു ആത്മീയ തലമാണ്, ആത്മീയ മണ്ഡലമാണ്. ബിയോണ്ട് റാഷണൽ, ബിയോണ്ട് ലോജിക്, ബിയോണ്ട് കോംപ്രിഹെൻഷൻ. ബുദ്ധിക്കും യുക്തിക്കും നമ്മളുടെ ഗ്രാഹ്യത്തിനും അപ്പുറം കർത്താവ് പറയുകയാണ്, കാറ്റിനെ അടക്കിയാൽ മാത്രം പോരാ, കടലിനോടും കൽപ്പിക്കണം. It's a spiritual dynamic. It's a spiritual dynamic. And said to the sea, കടലിനോട് സംസാരിച്ചു, hush now, be still, be muzzled. കീഴടങ്ങുവാൻ കൽപ്പിച്ചു. ചിലപ്പോൾ കടലിനോട് സംസാരിക്കണം. You know why? കാര്യം, I'm not talking about physical sea and physical wind. ഞാൻ ഭൗതികമായിട്ടുള്ള കാറ്റിനെയും കടലിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. പല ശക്തികളും എൻഗേജായി നിൽക്കുന്ന വ്യക്തികളിൽ എൻഗേജായിരിക്കുന്ന ശക്തികളെ നോക്കി ഇന്ന് പറയണം, കടലെ കീഴടങ്ങ്. വ്യക്തികൾ കീഴടങ്ങിയേ മതിയാകൂ. ഇൻ ദ ഫിസിക്കൽ realm കാറ്റടിച്ചാൽ കടലിളകും. പക്ഷേ ഇൻ ദ സ്പിരിച്വൽ realm ജനത്തിൻ്റെ ഇടയിൽ വേര് പിടിച്ചിരിക്കുന്ന ചില ആത്മമണ്ഡലങ്ങൾ അത് വിട്ടുമാറുവാൻ കടലിനോട് കൽപ്പിച്ചേ മതിയാകും. And he said to the sea, hush now, be still, ശാന്തമാക, be still, be muzzled, മിണ്ടരുത്. And the Bible says, and the wind ceased. കാറ്റുകൾ അസ്തമിച്ചു. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുക, sank to rest as if exhausted by its beating. And there was immediately a great calm, a perfect peacefulness. ഒരു ഭയങ്കരം ശാന്തതയുണ്ടായി. ഇന്ന് ശാന്തതയില്ലാതെ ഇരിക്കുന്ന ചില വ്യക്തികളെ നോക്കി, ആസ് ദ സർവന്റ് ഓഫ് ദ ലോർഡ് ജീസസ്, അധികാരം പ്രാപിച്ച ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ, ശാന്തതയുണ്ടാകട്ടെ. ആ ഇളകി മറിയുന്ന ചുറ്റുപാടുകളെ നോക്കി, ഐ റിലീസ് ഫോർ യു ദ പീസ് ഓഫ് ഗോഡ്. ഇന്ന് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ അത് സ്വീകരിച്ചെടുത്തു. യേശുവിൻ്റെ നാമത്തിൽ പരാജയമിടുവാൻ, ഭയമിടുവാൻ, ഡിപ്രഷൻ ഇടുവാൻ, വ്യത്യസ്ത രീതികൾ തകർത്ത് കളയുവാൻ, രോഗമിടുവാൻ, ദാരിദ്ര്യമിടുവാൻ, വ്യത്യസ്ത രീതിയിൽ പരാജയങ്ങളിടുവാൻ, തകർത്ത് കളയുവാൻ ഉയരുന്ന കൊടുങ്കാറ്റുകളെയും ഉയരുന്ന സകല കടലിന്റെ ശക്തികളെയും നോക്കി ഇന്ന് ആത്മാവിൽ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്, കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകൂ, വലിയ സ്വസ്ഥത ഉണ്ടായിരിക്കും. There was a great rest, a great peacefulness, ഒരു അസാധാരണ ശാന്തത, great calm, a perfect peacefulness. അടുത്ത വാക്കിൽ ചോദിക്കുകയാണ്, he said to them, യേശു കർത്താവ് ചോദിക്കുകയാണ്, hey, why are you so timid and fearful? നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ, ഭയപ്പെടുവാൻ കാര്യമെന്ത്? Listen to the next part of the question. How is it that you have no faith? നിങ്ങൾക്ക് വിശ്വാസമില്ലാതായി പോകുവാൻ കാര്യമെന്ത്? പത്രോസിനോട് പറഞ്ഞപ്പോൾ ചോദിച്ചു, അല്പവിശ്വാസിയെ, ലിറ്റിൽ ഫെയ്ത്ത്. ഇവിടെ ചോദിക്കുക, ഹൗ കം യു ഹാവ് നോ ഫെയ്ത്ത്? നിന്റെ അകത്ത് വിശ്വാസമുണ്ട്, പക്ഷെ നിർജീവമായി കിടക്കുകയാണ്. ഫോർ മെനി റീസൺസ്. ഇവരുടെ അകത്തുള്ള ബിലീഫ് സിസ്റ്റം, യേശു ദൈവത്തിൻ്റെ പുത്രൻ, യേശു മശിഹയാണ്, യേശു വിടുവിക്കും, യേശു ശക്തനാണ്. ഓൾ ദ ബിലീഫ് സിസ്റ്റം, ഓൾ ദ ഫെയ്ത്ത് ദാറ്റ് ദേ ഹാവ്, യേശുവിൻ്റെ വാക്കുകൾ കേട്ട് അവരുടെ ഉള്ളിൽ വന്ന വിശ്വാസം. എങ്കിലും ലൈഫ്ലെസ് ഫെയ്ത്ത്, നിർജീവമായ വിശ്വാസം. ഹൗ ഡിഡ് ഇറ്റ് ഗോ ലൈഫ്ലെസ്? ഹൗ വാസ് ഇറ്റ് ദാറ്റ് ദേ ഹാവ് നോ ഫെയ്ത്ത്? രണ്ട് കാര്യങ്ങൾ, ഒന്ന് ടിമിഡിറ്റി, രണ്ട് ഫിയർഫുൾനെസ്. ഈ രണ്ട് വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഐ നോ ഐ എം ഷൂട്ടിങ് മൈ ടൈം. ഹിന്ദിക്കാർ എന്നോട് ക്ഷമിക്കട്ടെ, ഞാൻ മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ആദ്യത്തെ ചരിത്രഭാഗം എടുക്കുമ്പോൾ പത്രോസിന് ഭയം മാത്രമേ വന്നുള്ളൂ, ടിമിഡിറ്റി ഇല്ലായിരുന്നു. ഭയം വന്നപ്പോൾ തൻ്റെ വിശ്വാസം, എൻ്റെ എക്സ്പ്രഷന് മേ ബി ഇറ്റ്സ് നോട്ട് ദി ബെസ്റ്റ് എക്സ്പ്രഷൻ, നോട്ട് ആക്യുറേറ്റ് എക്സ്പ്രഷൻ, ഏറ്റവും നല്ല എക്സ്പ്രഷൻ അല്ലായിരിക്കും, എങ്കിലും ഞാൻ സാധാരണ പറയാറുള്ളത്, ഭയം വന്നപ്പോൾ പത്രോസിൻ്റെ വിശ്വാസം ഇറ്റ് ഇവോപ്പറേറ്റഡ്, അത് ആവിയായിപ്പോയി. ആൻഡ് ജീസസ് സെഡ്, യു ഹാവ് ലിറ്റിൽ ഫെയ്ത്ത്. നിനക്ക് ഒത്തിരി വിശ്വാസമാണ്. അസാധാരണ വിശ്വാസമായിരുന്നു. വെള്ളത്തിൻ്റെ മേൽ നടക്കാനുള്ള വിശ്വാസം. മൈ ഗുഡ്നസ്, ദാറ്റ്സ് നോട്ട് ആവറേജ് ഫെയ്ത്ത്. വെള്ളത്തിൻ്റെ മേൽ നടക്കുവാൻ ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ പ്ലീസ് ഗോ ഹോം ആൻഡ് ട്രൈ. ആരുടെ മുന്നിൽ ചെയ്യല്. ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് സ്റ്റൂളിൽ കയറി നിൽക്കുന്ന പോലെ എൻ്റെ മണ്ടെ ചവിട്ടിക്കയറി നിൽക്കാൻ ട്രൈ ചെയ്യണം. യു വിൽ അണ്ടർസ്റ്റാൻഡ് എത്രയും ഫെയ്ത്ത് ഉണ്ടെന്ന് മനസ്സിലാകും. പത്രോസ് നമ്മളുടെ ഒന്നും വിശ്വാസമല്ലായിരുന്നു. പത്രോസ്
നീ വരിക എന്ന് പറഞ്ഞ യേശുവിൻ്റെ ശബ്ദം കാതുകളിൽ കേട്ടപ്പോൾ അൺബിലീവബിൾ ഫെയ്ത്ത്, സച്ച് ഫെയ്ത്ത് ദാറ്റ് ഹി കുഡ് വാക്ക് ഓവർ ദ വാട്ടേഴ്സ്, വെള്ളത്തിൻ്റെ മേൽ നടക്കാനുള്ള വിശ്വാസം. പക്ഷേ ഭയം എന്ന വികാരം വന്നപ്പോൾ ഒറ്റയടിക്ക് അസാധാരണ വിശ്വാസമുണ്ടായിരുന്ന പത്രോസിലെ വിശ്വാസം അല്പവിശ്വാസമായി മാറി. became little faith. The emotion of fear has terrible ramification on the element of faith. വിശ്വാസത്തിൻ്റെ മേൽ ഭയം എന്ന വികാരത്തിന് അസാധാരണ സ്വാധീനമാണ്. ഫിയർ നോട്ട്, ഭയപ്പെടരുത്. ഭയം വന്നാൽ വിശ്വാസം ആവിയായി പോകും. പക്ഷേ ഇവിടെ ഭയം മാത്രമല്ല, സോ ടിമിഡ് ആൻഡ് ഫിയർഫുൾ, ഭീരുക്കളാണ് എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻ. നിങ്ങൾ ഭീരുക്കൾ ആകുവാൻ എന്ത്, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്. ഭീരുക്കൾ എന്നുള്ള ട്രാൻസ്ലേഷൻ്റെ നല്ല ഒരു റെൻഡറിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടിമിഡ് ആൻഡ് ഫിയർഫുൾ. ഫിയർഫുൾ, ഭയമുള്ളവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും, വികാരമാണ്. പക്ഷേ ടിമിഡ് എന്നുള്ളത് വികാരമല്ല, ടിമിഡ് എന്നുള്ളത് ആറ്റിറ്റ്യൂഡ്, മനോഭാവമാണ്. ഐ എം സ്റ്റിൽ പ്രിപ്പയറിംഗ് എ മെസ്സേജ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഡിഫറെൻറ്റ് ഫേസറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി. ഒരു വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ്സ്, ആപ്റ്റിറ്റ്യൂഡ്സ്, ഇമോഷൻസ്, വ്യത്യസ്ത റെസ്പോൺസസ്, നമ്മളുടെ പ്രതികരണങ്ങൾ, ബിഹേവിയർ, വ്യത്യസ്ത ഫേസറ്റ്സ് ഒരുമിച്ച് വരുന്ന ഒരു പേഴ്സണാലിറ്റി. സോ അതിൻ്റെ അകത്ത് വികാരങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഭയം എന്ന വികാരം വന്നാൽ യുവർ ഫെയ്ത്ത് ഇസ് ബിക്കം ലിറ്റിൽ, അത് പെട്ടെന്ന് അങ്ങ് ആവിയായി പോകും, അല്പവിശ്വാസിയാകും. ഇവിടെ വികാരവും ടിമിഡിറ്റി എന്നുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവം. Some of us are not fearful at all, but we are very timid. നമ്മൾ ഒട്ടും ഭയമുള്ളവരല്ല, പക്ഷേ ടിമിഡ് എന്ന് പറഞ്ഞാൽ വിരക്തി. ദാറ്റ്സ് ഗുഡ്, വിരക്തി. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദി ബെസ്റ്റ്. നല്ലൊരു മനസ്സിലാക്കാൻ നല്ലൊരു വാക്കാണ്. ബട്ട് ടിമിഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻപോട്ട് വരാനുള്ള സകലതുമുണ്ട്, അധികാരവുമുണ്ട്, ശക്തിയുമുണ്ട്, അതിനുള്ള സാഹചര്യവുമുണ്ട്. പക്ഷേ ലേറ്റ് ബാക്ക്, ഓ സാരമില്ല. 12 പേരിൽ 11 പേര് ടിമിഡായിട്ടിരിക്കുകയാണ്. വൈ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്? ലെറ്റ് സ്റ്റേ ബാക്ക് ഹിയർ, കംഫർട്ട് സോൺ ഇരുന്നാൽ മതി. ഒരുത്തൻ ടിമിഡിറ്റി ക്രോസ് ഓവർ ചെയ്തിട്ട് പറഞ്ഞു, അത് കർത്താവേ നീ ആണെങ്കിൽ ലെറ്റ് മീ കം. അവന് ഭയം മാത്രമല്ലായിരുന്നു, ടിമിഡിറ്റി ഇല്ല, വിരക്തതയില്ല, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള തടസ്സമില്ല. Some of us are so timid, our attitudes must change. നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ പല ഭാഗങ്ങളിൽ ആറ്റിറ്റ്യൂഡ്സ്, നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ക്യാരക്ടർ, നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ പല ഭാഗങ്ങളെ കർത്താവ് ഈ ദിവസങ്ങൾ ഒന്ന് രൂപാന്തരപ്പെടുത്തി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ശക്തന്മാരായി കർത്താവ് നമ്മളെ ചിലരെ മാറ്റാൻ പോകുകയാണ്. ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ സാധിക്കുമോ? Amen, amen, amen. Praise the Lord. So, timidity and fear, timidity and fearful, രണ്ടും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ നോ ഫെയ്ത്ത്, വിശ്വാസമില്ലാത്തവരായി മാറി. ഓ മൈ ഗുഡ്നസ്. അവരുടെ ഉള്ളിൽ ഇവിടെ വായിക്കുന്നത്, ഫിയർഡ് എക്സീഡിംഗ്ലി, അവർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. ആൻഡ് സെഡ് വൺ ടു അനദർ, ഹൂ ഇസ് ദിസ് ദാറ്റ് ഈവൻ ദ വിൻഡ് ആൻഡ് ദ സീ ഒബേ ഹിം. ഇന്ന് ചിലരുടെ ജീവിതത്തിലേക്ക് ടിമിഡിറ്റി എന്ന ആറ്റിറ്റ്യൂഡ്, മനോഭാവം, വിരക്തതയും ആ ലേറ്റ് ബാക്ക്, സാരമില്ല എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി വിശ്വാസത്തിൻ്റെ വീര്യമുള്ള ചിലർ യേശുവിൻ്റെ നാമത്തിൽ കം ഔട്ട്, പുറത്തു വരുവാൻ ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഭയം എന്ന വികാരത്തെ കൈകാര്യം ചെയ്യുവാൻ അറിയുന്ന ഒരു തലമുറ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. പരിജ്ഞാനത്തോടുകൂടെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഭയം എന്ന വികാരത്തെ കൈകാര്യം ചെയ്യുവാൻ അഭ്യസിച്ച ചിലർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ എന്ന ആത്മാവിൽ ഞാൻ കൽപ്പിക്കുകയാണ്. It will happen. എത്ര പേർ വിശ്വസിക്കുന്നു? Let's all stand up. ദയവായി എഴുന്നേറ്റ് നിന്നാൽ I'm going to pray for you. ചില ആത്മശക്തികളെ കീഴടക്കുവാൻ ആവശ്യമുള്ള അധികാരത്തിൻ്റെ കൈമാറ്റം ചിലരുടെ കരങ്ങളിലേക്ക് കർത്താവ് നൽകുവാൻ പോകുക. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ടിമിഡിറ്റി, വിരക്തതയും സാരമില്ല എന്നുള്ള മനോഭാവങ്ങളും മാറ്റി ഭയം എന്ന വികാരത്തെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ മനസ്സിലാക്കി. വിശ്വാസത്തിൻ്റെ നിർജീവിത അവസ്ഥകൾ മാറി വിശ്വാസം പ്രവർത്തിക്കുവാൻ, അധികാരം കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ചിലരെ അഭ്യസിപ്പിച്ച് പുറത്തെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. തുടർന്ന് സ്തോത്രകാഴ്ചകളെയും ദശാംശങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് ചില ജയത്തോടുകൂടെ ജനത്തെ മടക്കി അയക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.